أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനയുടെ ആദ്യ ഭാഗത്തു തന്നെ വിജയം കൈവരിച്ച സത്യവിശ്വാസികൾ അവർക്ക് അല്ലാഹു പറഞ്ഞ 7 വിശേഷണങ്ങളിൽ ഉറച്ച ഈമാൻ, ഭക്തിപൂർവമുള്ള നിസ്കാരം, അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള ജീവിതം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പാദ്യം, ധനം, അതിൻ്റെ സംശുദ്ധി അഥവാ സക്കാത്ത് നൽകി ധർമ്മം ചെയ്ത് ജീവിക്കുന്നവരാവുക എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നാം സൂചിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനാണ് മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ജീവിതത്തിന് മനുഷ്യന് ധനം, സമ്പാദ്യം, സമ്പത്തുകൾ ആവശ്യമായി വരും. അതിനാൽ ഹലാലായ വിധത്തിൽ ഒരാൾ സാമ്പത്തിക ശേഷി ഉണ്ടാകാൻ അധ്വാനിക്കുന്നത് അല്ലാഹുവിങ്കൽ കുറ്റകരം അല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണെങ്കിൽ
അള്ളാഹുവിങ്കിൽ പ്രതിഫലത്തിനർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ തലബ ദുനിയ ഹലാലൻ ഇസ്തിഫാഫൻ അനിൽ മസ്അല വസഇയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ ജാരിഹി ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്ർ. 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടും. ആര്? മൻ തലബ ദുനിയ ഹലാലൻ, ഹലാലായ വിധത്തിൽ അദ്ദേഹം ദുനിയാവിനെ തേടി, ദുനിയാവ് ഉണ്ടാകാൻ കച്ചവടം ചെയ്തു, കൃഷി ചെയ്തു, ഉദ്യോഗം വരിച്ചു, അങ്ങനെ ജോലിയെടുത്തു, അങ്ങനെ ദുനിയാവിനെ തേടി. ഉദ്ദേശം ഇസ്തിഫാഫൻ അനിൽ മസ്അല, ഹലാലായ വിധത്തിൽ അല്ലാതെ ഒന്നും സമ്പാദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് തന്നെയും സമ്പാദിക്കുന്നത് എന്തിനാണ്? ഇസ്തിഫാഫൻ അനിൽ മസ്അല, മറ്റൊരാളോട് യാചിക്കാതെ മാന്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ യാചിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്, അധ്വാനിച്ചുകൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. യാചന അവിടുന്ന് ധാരാളമായി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, മാ യസാലു ഖത്ലു യസ്അലു الناس حتى يأتي يوم القيامة ലൈസ ഫീ വജ്ഹിഹി മുസ്അത്തുൽ ഹം. ചില ജനങ്ങൾ ആളുകളോട് യാചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവന്റെ മുഖത്ത് മാംസം തന്നെ കാണുകയില്ല. മുഖം അത്രയും വികൃതമായി മാംസം തന്നെ നഷ്ടപ്പെട്ട വിധത്തിൽ സംഭവിച്ചു പോകും. ധനം സമ്പാദിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ആരെങ്കിലും യാചന നടത്തിയാൽ, അല്ലെങ്കിൽ കൂടുതൽ സുഖകരമായി ജീവിക്കണം എന്ന നിലക്ക് വല്ലവനും യാചന നടത്തിയാൽ, അല്ലാഹുവെങ്കിൽ അവന് വളരെ കടുത്ത ശിക്ഷയാണ്. നേരെ മറിച്ച് യാചന അനുവദനീയമാകുന്ന രംഗം അത് മനുഷ്യൻ കുടുങ്ങിപ്പോയ രംഗങ്ങൾ. ഒരു യാത്രക്കിടയിൽ ഉള്ളത് നഷ്ടപ്പെട്ട് കുടുങ്ങിപ്പോയ ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു സംഖ്യ നൽകുന്ന കാര്യം സ്വയം ഏറ്റെടുത്ത് ആ സംഖ്യ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന രൂപം, ഒരു നിലക്കും ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോകുന്ന അവസരം, ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ യാചന പാടുള്ളൂ എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. യാചന നടത്താതെ ജീവിക്കണം എന്ന നിലക്ക് വല്ലവനും ധനം തേടിയാൽ, അഥവാ ബിസിനസ്സുകളോ ജോലികളോ കൃഷികളോ ഏതെങ്കിലും മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ഒരുങ്ങിയാൽ അവന്റെ ഉദ്ദേശം മറ്റൊരാളോട് യാചിക്കാതെ അഭിമാനപൂർവ്വം ജീവിക്കുക എന്നതാണ്. വസഅൻ അലാ അഹ്ലിഹി, ഇതുപോലെ അവന്റെ കുടുംബത്തിന് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. അവന്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന നിലക്ക് വല്ലവനും ധനം തേടിയാൽ, വതഅത്തുഫൻ അലാ ജാരിഹി, പിന്നെ അവൻ സമ്പാദിക്കുന്നതുകൊണ്ട് അവന്റെ ഉദ്ദേശം അവന്റെ അയൽവാസികൾ, അവന്റെ നാട്ടുകാർ, അവനുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജനങ്ങൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പരമാവധി നന്മ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വല്ലവനും
ധനം തേടിയാൽ, ഇങ്ങനെ ഈ 3 ഉദ്ദേശപ്രകാരം വല്ലവനും ധനം തേടിയാൽ ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ അവന് കണ്ടുമുട്ടാൻ സാധിക്കും. വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്ർ, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ മുഖം വളരെ തെളിഞ്ഞ് പ്രശോഭിതമായ നിലക്ക് സന്തോഷപൂർവ്വം അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. വമൻ തലബ ദുനിയാ മുകാസിറൻ മുഫാഖിറൻ മുറഅയൻ, ഏതെങ്കിലും ഒരാൾ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി, ഹലാലായ നിലക്ക് തന്നെ, ഹറാമായ വിധത്തിലൊന്നുമല്ല, ഹലാലായ നിലക്ക് തന്നെ ധനമുണ്ടാക്കാൻ ഇറങ്ങി. പക്ഷേ അവന്റെ ഉദ്ദേശം മുകാസിറൻ മുഫാഖിറൻ മുറായിയൻ, കുറേ സമ്പത്തുകൾ കുന്നുകൂട്ടി ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശം. മുഫാഖിറൻ, എനിക്ക് അത്ര ബിൽഡിംഗ് ഉണ്ട്, ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, ഇത്ര വാഹനമുണ്ട് എന്നൊക്കെ പറയലാണ്, ജനങ്ങൾക്കിടയിൽ പവർ എടുക്കലാണ്, പണം കൊണ്ട് പവർ എടുക്കലാണ് ഉദ്ദേശം. മുറായിയൻ, ജനങ്ങൾക്കിടയിൽ ആ പണം ചെലവഴിച്ച് ജനങ്ങൾക്കിടയിൽ പേരെടുക്കലാണ് ഉദ്ദേശം. ചെലവഴിക്കുന്നത് കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തിയല്ല ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ പേരെടുക്കലാണ് ഉദ്ദേശം. ഈ രൂപത്തിൽ വല്ലവനും ധനം തേടിയാൽ ലഖിയല്ലാഹ തആല വഹുവ അലൈഹി ഗദ്ബാൻ, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടും. വഹുവ അലൈഹി ഗദ്ബാൻ, അല്ലാഹു അവനെ സംബന്ധിച്ച് കോപിതനാണ്. അല്ലാഹു വളരെ കോപത്തോടുകൂടിയാണ് അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ നല്ല നിയ്യത്തോടുകൂടി പണം സമ്പാദിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിങ്കിൽ തൃപ്തികരമാണ്, ഗുണകരമാണ്. അതേ സമയത്ത് മറ്റുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് അപകടകരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ധനം സമ്പാദിക്കുന്ന മനുഷ്യൻ അവന്റെ ധനം ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് പരമാവധി ധർമ്മം ചെയ്യുക എന്നത്. ഒരു ദിവസം അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഅബത്തിന്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സമീപത്തേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു, ഹുമുൽ അഖ്സറൂന വറബ്ബിൽ കഅബ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയവർ, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ ചോദിച്ചു, ഫിദാക അബീ വ ഉമ്മീ മൻഹും, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നബിയെ. എനിക്ക് എന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും വലുത് തങ്ങളാണ്. എന്റെ ബാപ്പനെയും ഉമ്മനെയും കൊടുത്ത് അവിടുത്തെ സംരക്ഷിക്കേണ്ടി വന്നാൽ ഞാൻ അതിന് സന്നദ്ധനാണ്. ഞാൻ എന്റെ ശരീരം തന്നെയും അവിടുത്തേക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. മൻഹും യാ റസൂലല്ലാഹ്, ആരാണത്? അവർ നഷ്ടപ്പെട്ടു പോയി, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്ത്. അവിടുന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? അവിടുന്ന് പറഞ്ഞു, ഹുമുൽ അക്സറൂന അംവാല ഇല്ലാ മൻ ഖാല ഹാകദാ വഹാകദാ വഹാകദാ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി വഅൻ യമീനിഹി വഅൻ ശിമാലിഹി വഖലീലും മാഹും. വലിയ വലിയ പണക്കാരെ സംബന്ധിച്ചാണ് അവർ നഷ്ടപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇല്ലാ മൻ ഖാല ഹാകദാ വഹാകദാ വഹാകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, കാണിക്കുകയാണ്, ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ചെയ്തവനൊഴിച്ച് എന്ന് പറഞ്ഞാൽ മിൻ ബൈനി യദൈഹി, അവൻ മുന്നിൽ ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ വമിൻ ഖൽഫിഹി, പിന്നിലും ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ വഅൻ യമീനിഹി വഅൻ ശിമാലിഹി, വലത്തും ഇടത്തുമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അവൻ ഏത് സ്ഥലത്ത് പോയി നിന്നിട്ട് മുന്നോട്ട് നോക്കിയാലും ആ മുൻഭാഗത്ത് നോക്കിയാൽ ആ ഭാഗത്ത് ഒരുപാട് അവൻ കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെ തിരിഞ്ഞു നോക്കിയാൽ പിൻഭാഗത്തും അവൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. വലത്തും ഇടത്തുമൊക്കെ നോക്കിയാൽ അങ്ങോട്ടും ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം കൊടുക്കുന്ന പണക്കാരൻ അവൻ പരാജയപ്പെട്ടവനല്ല. അല്ലെങ്കിൽ വലിയ പണക്കാർ കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ പരാജയപ്പെട്ടവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വഖലീലും മാഹും,
അങ്ങനെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തുമൊക്കെ കൈയഴിച്ച് കൊടുക്കുന്നവർ അവർ വളരെ ചുരുങ്ങിയ ജനങ്ങളെ ഉള്ളൂ. അങ്ങനെ കൊടുക്കുന്നവർ വളരെ തുച്ഛമായി മാത്രമേ കാണുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാരെ, ധാരാളമായി കൊടുക്കുക എന്നതാണ് ഒരു പണക്കാരൻ അവന്റെ മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധിയാകാൻ വേണ്ടി ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അവന്റെ ആരോഗ്യകാലത്താണ്. ആരോഗ്യകാലത്ത് കൊടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകമായി പറയുകയാണ്. നബി തങ്ങളോട് ചോദിച്ചു, അയ്യു സദഖത്തി അഅ്ളമു അജ്റാ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സദഖ ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, അൻത സദ്ദഖ വ അൻത സഹീഹുൻ ശഹീഹുൻ, നീ നല്ല ആരോഗ്യമുള്ള സമയത്ത് പണത്തിന് ആവശ്യമുണ്ടാവുകയും പണത്തോട് കൂറ് നിന്റെ മനസ്സിൽ തോന്നുകയും ചെയ്യുന്ന സമയത്ത്, തഖ്സൽ ഫഖറ, ദാരിദ്ര്യം ഭയപ്പെടുന്ന സമയത്ത്, വതഅമ്മലുൽ ഗിനാ, ഐശ്വര്യം നീ കൊതിക്കുന്ന സമയത്ത്, ആ സമയത്താണ് ധർമ്മം ചെയ്യേണ്ടത്. വലാ തുംഹിൽ, പിന്നെ കൊടുക്കാം എന്ന് മനസ്സിലാക്കി നീ പിന്തിച്ചു വെക്കണ്ട. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, പിന്നെ നിനക്ക് നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്റെ റൂഹെത്തുന്ന സമയത്ത് ഖുൽതലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ, ഇത്ര ഞാൻ അതിന് കൊടുക്കും, ഇത്ര ഞാൻ ഇതിന് കൊടുക്കുമെന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയണ്ട. വഖദ് കാന ലി ഫുലാൻ, അതിന് വേറെ അവകാശി വന്നുപോയി, അതിനിപ്പോൾ കൈകാര്യം ചെയ്യാൻ തന്നെ വേറെ ആളുകളും വന്നുപോയി. നിനക്ക് സ്വന്തത്തിൽ പണം വേണമെന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ആരോഗ്യമുണ്ടാവുകയും പണം ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് നീ കൊടുത്തേക്കണം. അത് പിന്നീടേക്ക് പിന്തിച്ച് വെക്കേണ്ട കാര്യമല്ല. പലപ്പോഴും പലരും പല കാര്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വാഗ്ദത്തം ചെയ്താൽ തന്നെ, കൊടുക്കാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ തന്നെ, അതിനുശേഷം കൊല്ലങ്ങളോളം ഒരുപാട് ബിസിനസ് നടത്തിയാലും ഒരു ചെറിയ സംഖ്യ പള്ളിക്കോ മദ്രസക്കോ നല്ല കാര്യത്തിനോ കൊടുക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് പറഞ്ഞാൽ തന്നെ അത് കൊടുത്തിങ്ങ് കഴിയാൻ വലിയ പ്രയാസമാണ് ചിലർക്ക്. അത് പിന്നെ കൊടുക്കാമെന്ന് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും. വാസ്തവത്തിൽ പരമാവധി നേരത്തെ കൊടുക്കാനാണ് ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നബിതങ്ങൾ കൊടുക്കുന്നവനെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അസ്സഖിയ്യു ഖരീബും മിനല്ലാഹി, ധർമ്മം ചെയ്യുന്നവൻ അല്ലാഹുമായി അടുത്തവനാണ്. ഖരീബും മിനൽ ജന്ന, സ്വർഗവുമായി അടുത്തവനാണ്. ഖരീബും മിനന്നാസ്, ജനങ്ങളുമായി അടുത്തവനാണ്. അല്ലാഹുമായി അടുക്കും, ജനങ്ങളുമായി അടുക്കും, സ്വർഗവുമായി അടുക്കും. ഔദാര്യം ചെയ്യുന്നവൻ, കൊടുക്കുന്നവൻ. അതേസമയത്ത് ബഈദും മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് കൊടുക്കുന്നവൻ. വൽ ബഖീലു ബഈദും മിനല്ലാഹി, ഉള്ളത് കൊടുക്കാൻ തോന്നാത്ത ലുബ്ധനായ മനുഷ്യൻ അല്ലാഹുവിങ്കൽ നിന്ന് അകന്നവനാണ്. ബഈദും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അകന്നുപോയവനാണ്. ബഈദും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അകന്നുപോയവനാണ്. ഖരീബും മിനന്നാർ, അവൻ നരകവുമായി വളരെ അടുത്തവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലജാഹിലുൻ സഖിയുൻ അഹബ്ബു ഇലല്ലാഹി മിൻ ആബിദിൻ ബഖീൽ. ചില ജനങ്ങൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കും, ധാരാളം ദിക്റ് ചൊല്ലും, ധാരാളം ഖുർആൻ ഓതും, ധാരാളം തസ്ബീഹ് ചൊല്ലും, അങ്ങനെ ഇബാദത്ത് ധാരാളം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ കൊടുക്കാൻ വലിയ മടിയനാണ്. അങ്ങനെയുള്ള ബഖീലായ ഇബാദത്തെടുക്കുന്ന മനുഷ്യനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടത് വലജാഹിലുൻ സഖിയുൻ, നന്നായി കൊടുക്കുന്ന, വിവരമില്ലാത്ത, പലപ്പോഴും സുന്നത്തുകൾ ധാരാളം എടുക്കാൻ പോലും അവസരം കിട്ടാത്ത,
അതാ സാധാരണക്കാരൻ. പക്ഷേ അവൻ ധാരാളം കൊടുക്കുന്നവനാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ മറ്റേ ഇബാദത്തുകാരനേക്കാൾ റബ്ബിനടുക്കൽ പ്രിയങ്കരനാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മൾ കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം? കൊടുക്കേണ്ടത് ആവശ്യക്കാർക്ക് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ മിസ്കീനുൽ ലദീ യതൂഫു അലൻ നാസി തറുദ്ദുഹു ലുഖ്മത്തു വൽ ലുഖ്മതാനി വത്തംറത്തു വത്തംറതാൻ. എന്തെങ്കിലും ഒരു പിടി അല്ലെങ്കിൽ ഒരു കാരക്ക അല്ലെ 2 കാരക്ക അത് കൊടുത്താൽ മടങ്ങിയങ്ങ് പോകുന്ന, എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുന്ന കുറെ യാചകന്മാരുണ്ട്. ആ യാചകനല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പരിഗണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ ആ യാചകന്മാരല്ല. മറിച്ച് വലാകിന്നൽ മിസ്കീനല്ലദീ ലാ യുഗ്നീഹി വലാ യുസ്തനു ബിഹി ഫയതുസദ്ദഖു അലൈഹി. മറിച്ച് പാവപ്പെട്ട ഒരു മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം കഴിയാനുള്ള സൗകര്യങ്ങൾ ഇല്ല, അദ്ദേഹത്തിന് അത്രത്തോളം ഐശ്വര്യം ഇല്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആർക്കും അത് മനസ്സിലാവൂല. അദ്ദേഹം പാവപ്പെട്ടവനാണ്, വിഷമിക്കുന്നവനാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തിന് ധർമ്മം കൊടുക്കൂല. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരോടും എനിക്ക് തരണം എന്ന് ഒരിക്കലും ആവശ്യപ്പെടുകയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങളുണ്ട്. അത്തരം ആളുകളെ കണ്ടറിഞ്ഞു കൊടുക്കണം, അത്തരം ആളുകളെ കണ്ടറിഞ്ഞു കൊടുക്കണം. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാകും. സ്വന്തം വീട്ടിലെങ്ങനെ ഉണ്ടാകുക? സ്വന്തം വീട്ടിലാക്കി കൊടുക്കാം. ഉദാഹരണത്തിന് ഭാര്യ വലിയ പണക്കാരിയാണ്, ഭർത്താവ് ഭയങ്കര ഞെരുക്കക്കാരനാണ്. എന്നാ ഭർത്താവിന് തന്നെ ധർമ്മം ചെയ്യാം, ഭർത്താവിന് തന്നെ ധർമ്മം ചെയ്യാം. ഭർത്താവിന് സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ സക്കാത്തിൽ നിന്ന് വരെ അവന് വേറെ വകുപ്പില്ലെങ്കിൽ കൊടുക്കാം. അതേസമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് അവനവന്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുത്താൽ പോരാ. കാരണം ഭാര്യന്റെ ചെലവ് ഇവൻ കൊടുക്കേണ്ടതാണ്, പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രയാസം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുത്താൽ പോരാ. അതുപോലെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ കുട്ടികൾക്കോ അതുപോലുള്ളവർക്കോ കൊടുത്താൽ പറ്റില്ല. നേരെ മറിച്ച് ഭർത്താവ് വളരെ ഞെരുക്കത്തിൽ കഴിയുന്ന മനുഷ്യനാണെങ്കിൽ, ഭാര്യ പണക്കാരിയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് തന്നെ സക്കാത്ത് വരെ കൊടുക്കാം. അതുപോലെ സ്വന്തം ജ്യേഷ്ഠന്മാർ, സ്വന്തം അനുജന്മാർ, സ്വന്തം സഹോദരിമാർ, സ്വന്തം ബാപ്പന്റെ ജ്യേഷ്ഠൻ അനുജൻ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അങ്ങനെ തുടങ്ങിയുള്ള കുടുംബങ്ങൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ്. ദിൽ ഖുർബ, കുടുംബങ്ങൾക്ക് കൊടുക്കണം, കുടുംബങ്ങളെ പരിഗണിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ എവിടെയും പേരും പ്രശസ്തി ഉണ്ടാവില്ല. കാരണം അതാരും അറിയില്ലല്ലോ. അനുജന് ജ്യേഷ്ഠൻ കൊടുത്താൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠന് അനുജൻ കൊടുത്താൽ, അല്ലെ ഭാര്യ ഭർത്താവിന് കൊടുത്താൽ ആരും അറിയില്ലല്ലോ. പക്ഷെ അറിയേണ്ടവൻ അറിയും, തരേണ്ടവൻ അറിയും, കൊടുക്കാൻ കഴിയുന്നവൻ അറിയും. കുടുംബങ്ങൾക്ക് കൊടുക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊടുതി. തൊട്ടടുത്ത വീട്ടുകാർക്ക് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ കൊടുതി. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ സക്കാത്ത് നമ്മളെ കമ്മിറ്റിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിയുമായി സക്കാത്തിന് നടക്കുന്നവരുണ്ട്. ഒരിക്കലും സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കരുത്. ആ കമ്മിറ്റികൾ ഹലാലും ഹറാമും നോക്കാതെ അവരുടെ സംഘടനകൾ തീരുമാനിക്കുന്ന വിഷയങ്ങൾ എന്താണോ അതിനുവേണ്ടി നിന്റെ സക്കാത്ത് കൊണ്ടുപോയി ചെലവഴിച്ചാൽ നിന്റെ സക്കാത്ത് ഒരു നിലക്കും വീടുകയുമില്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, കൊടുക്കേണ്ടവരുടെ കയ്യിലെത്തണം. എത്തിയാലേ നിന്റെ കടപ്പാട് വിടുകയുള്ളൂ എന്ന ബോധം നിനക്കുണ്ടാകണം. ചിലരെ ധാരണ അതിനുവേണ്ടി അധ്വാനിക്കാൻ കഴിയൂല, നിസ്കരിക്കാൻ വേണ്ടി അധ്വാനിക്കുക, നോമ്പ് വെക്കാൻ വേണ്ടി അധ്വാനിക്കുക, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം സ്വന്തം അധ്വാനിക്കാനല്ല. അത് വേറെ അതിനൊക്കെ ഒരു കൂട്ടത്തിൽ കൊടുത്ത് നമ്മളെ തടിയെടുക്കാനാണ് ചിലർ ധാരണ. തടിയെടുക്കൂല, തടി അവിടെ തന്നെ ബാക്കിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഓ മനുഷ്യ, നിന്റെ സക്കാത്ത് നീ ആരെങ്കിലും അങ്ങ് ഏൽപ്പിച്ചാൽ നിന്റെ കടപ്പാട് വീടിയെന്ന് നീ മനസ്സിലാക്കരുത്. സക്കാത്തിന്റെ കടപ്പാട് വീടണമെങ്കിൽ അത് എത്തേണ്ടവന്റെ കയ്യിൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയട്ടെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുകയാണ്, വഖ്താറു ഖസ്മ സകാത്തിൽ ഫിത്രി ബിനഫ്സി അലാ തർഹിഹാ ഇൻദ മൻ യുജ്മഉ ഇൻദഹു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്
ഇസ്ലാമിക ഭരണാധികാരികളുള്ള കാലമാണ്. ആ ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥന്മാർ പലരും അവരുടെ കയ്യിലേക്ക് ഫിത്ർ സക്കാത്ത് കൊണ്ട് കൊടുക്കുമ്പോ ഭരണാധികാരികൾ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ, മുസ്ലിം ഭരണാധികാരികൾ ഏൽപ്പിച്ച ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ഭരണാധികാരികൾ നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്താൽ ആ കൊടുക്കുന്നത് കൊണ്ട് ഇവന്റെ ഉത്തരവാദിത്വം വീടുമെന്നാണ് നിയമമെങ്കിലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്റെ സ്വന്തം ഫിത്ർ സക്കാത്ത് സ്വന്തം തന്നെ കൊടുക്കുന്നതാണ് നല്ലത്, ഭരണാധികാരിയെ ഏൽപ്പിക്കുന്നതല്ല. ആരുടെ അടുക്കലാണോ ഫിത്ർ സക്കാത്ത് കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അങ്ങനത്തെ ഭരണാധികാരിയെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തെരഞ്ഞെടുക്കുന്നത് അവനവന്റെ ശരീരം കൊണ്ട് അവനവൻ തന്നെ കൊടുക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സാലിം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ വാചകങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം അവസാനം എടുത്തുദ്ധരിക്കുകയാണ്. അതെ, അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നിന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്കൊഴിയാൻ സാധ്യമാകുന്നില്ല. കാരണം അവരാർക്കാണ് കൊടുക്കുന്നതെന്തോ ആർക്കാണ് ഇതെത്തുന്നതെന്നോ നീ അറിയുന്നില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് കാണാം, ഭരണം നടത്തുന്ന അന്നത്തെ ഭരണാധികാരിയായ ഇബ്നു ഹിസാബിനെ നിങ്ങൾ സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്കും അദ്ദേഹത്തിന്റെ വാച്ച്മാൻമാർക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങ് കൊടുത്തേക്കും. കൊടുക്കേണ്ടവർക്ക് കൊടുത്തുകൊള്ളണമെന്നില്ല, കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സ്വന്തം തന്നെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉമ്മിൽ തന്നെ എടുത്തു ഉദ്ധരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഓ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വലാ ഉഹിബ്ബു ലി അഹദിൻ മിനൻ നാസി യുവല്ലി സകാത മാലിഹി ഗൈറഹു. അവനവന്റെ സ്വത്തിന്റെ സകാത്ത്, സമ്പത്തിന്റെ സകാത്ത് വേറെ ഒരു അധികാരിയെ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് പോലും മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. യുവല്ലിയ സകാത മാലിഹി ഗൈറഹു, അവന്റെ സക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലിഅന്നൽ മുഹാസബ ബിഹൽ മസ്ഊല അൻഹാ ഹുവ. എന്തുകൊണ്ട് അവനവന്റെ സക്കാത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന അവനവനോട് തന്നെയാണ്. فهو أولى بالاجتهاد في وضعها مواضعها من غيره وأنه على يقين من فعل نفسه في أدائها وفي شك من فعل غيره لا يدري أداها عنه أو لم يؤدها. നീ സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറ്റുന്നവരെ തന്നെ ഏൽപ്പിച്ചാൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതിനെ സംബന്ധിച്ചല്ല, കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ വകുപ്പ് തന്നെ ഇല്ല. കാരണം ഇന്നത്തെ കമ്മിറ്റി മെമ്പർ നാളെ മെമ്പറാകണമെന്നില്ല, ഇന്നത്തെ പ്രസിഡന്റ് നാളെ പ്രസിഡന്റ് ആകണമെന്നില്ല, ഇന്ന് കൈകാര്യം ചെയ്യുന്നവൻ നാളെ ഇപ്പണം കൈകാര്യം ചെയ്തു കൊള്ളണമെന്നില്ല. അതാണല്ലോ കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടെ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതുകൊണ്ട് ഉത്തരവാദിത്വം തന്നെ തീരുന്നില്ല. നേരെ മറിച്ച് അല്ലാത്ത നിലക്ക് തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ സക്കാത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് നിന്നെയല്ലേ, അതുകൊണ്ട് നീ തന്നെയല്ലേ അത് എത്തേണ്ട സ്ഥലത്ത് എത്തി എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനം ചെയ്യേണ്ടത്. അല്ലാതെ നീ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ മറ്റൊരുത്തന്റെ പ്രവൃത്തിയിൽ അവൻ സംശയത്തിലല്ലേ, അത് വേണ്ടതുപോലെ കൊടുക്കേണ്ട സ്ഥലത്തത് കൊടുത്തോ, ഔലം യുഅദ്ദിഹ, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലേ എന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നിന്റെ ഇസ്ലാമിലെ 5 ഫർദുകളിൽപ്പെട്ട ഒരു ഫർദ് അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോ ചെയ്തില്ലേ എന്ന ഉറപ്പില്ലാത്ത നിലക്കല്ലല്ലോ നീ അത് ചെയ്യേണ്ടത്. സഹോദരന്മാരെ, ഫിഖ്ഹിന്റെ മസ്അലകളൊന്നും പഠിക്കാത്ത, എന്താണ് സക്കാത്തെന്നോ എങ്ങനെയാണെന്നോ മനസ്സിലാക്കാനോ അറിയാനോ കഴിയാത്ത ഏതെങ്കിലും കക്ഷികൾ എന്തെങ്കിലും സംഘടന ഉണ്ടാക്കിയിട്ട്, ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സക്കാത്തൊക്കെ ഞങ്ങളെ കമ്മിറ്റിയെ ഏൽപ്പിക്കണം, സംഘടനയെ ഏൽപ്പിക്കണം
എന്ന് പറയുമ്പോൾ സക്കാത്തങ്ങ് അവരെ ഏൽപ്പിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ചില നല്ല മനുഷ്യന്മാരുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർമ്മിക്കണേ. നിങ്ങളെ ഇസ്ലാം കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ സക്കാത്ത്. അത് കൊടുക്കേണ്ടവന് കിട്ടേണ്ടവന് കിട്ടിയെന്ന് ഉറപ്പ് വരുന്ന വിധത്തിലല്ലാതെ നിങ്ങൾ ഏതെങ്കിലും കക്ഷികളെ ഏൽപ്പിക്കേണ്ട വിഷയമല്ല അത്. എന്നിട്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈൻ ഖാല, അങ്ങനെ ആരെങ്കിലും സക്കാത്ത് ഏൽപ്പിക്കുന്നവൻ വാദിക്കുകയാണെങ്കിൽ, അഖാഫു ഇബാഇ, അഥവാ എനിക്ക് കൊടുക്കൽ വിട്ടുപോയെങ്കിലോ അവരങ്ങ് ഏൽപ്പിച്ചാൽ പിന്നെ നമ്മളെ ഒഴിവായല്ലോ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാൻ, ഫഹുവ യഖാഫു മിൻ ഗൈരിഹി മിസ്ല മാ യഖാഫു മിൻ നഫ്സിഹി. അത് അവൻ കൊടുക്കാണ്ടായി പോകുന്നവന് പേടിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റവനും കൊടുക്കാണ്ട് പോകുന്നത് പേടിക്കണ്ടേ? ഞാൻ കൊടുത്തവനും കൊടുത്തില്ലെങ്കിലോ ഒന്ന് പേടിക്കണ്ടേ? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, വയസ്തൈഖിനു ഫിഅല നഫ്സിഹി ഫിൽ അദാ വയശ്കു ഫീ ഫിഅലി ഗൈരിഹി. അവൻ സ്വന്തം കൊടുത്തത് കൊടുത്തു എന്ന് അവൻ ഉറപ്പല്ലേ? മറ്റേ ആളെ ഏതെങ്കിലും കക്ഷികളെ ഏൽപ്പിച്ചിട്ട് അവൻ കൊടുത്തില്ലെങ്കിലോ? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഗൗരവത്തോടുകൂടെ കിതാബുൽ ഉമ്മിൽ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണാധികാരികൾ സക്കാത്ത് വാങ്ങുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അത് തന്നെയും എല്ലാ സക്കാത്തും അവരെ ഏൽപ്പിക്കൽ പുണ്യവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിരിക്കട്ടെ, ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മള് പല സ്ഥലത്തും റമദാൻ മാസായ കാണാം, പല സംഘടനക്കാരും കമ്മിറ്റിക്കാരും സക്കാത്ത് ഏൽപ്പിക്കണമെന്ന് പറയുന്നു. എന്തിന്? ഇവരെന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇവരെന്താണ് ഇതുകൊണ്ട് കാട്ടാൻ പോകുന്നത്? സംബന്ധിച്ച് നമുക്കൊരു ബോധവുമില്ല. നമുക്ക് അവരെ ഭരണഘടന അറിയില്ല, അവരെ പ്രവർത്തനങ്ങൾ അറിയില്ല, അവരെ മിനിറ്റ്സ് അറിയില്ല, ഇന്ന് പ്രസിഡന്റ് ആയ നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഇന്ന് സെക്രട്ടറി ആയ നാളെ സെക്രട്ടറി ആയിരിക്കുമെന്ന് അറിയില്ല, ആരെയാ പുറത്താക്കുന്നതെന്ന് അറിയില്ല, ആരെയാ അകത്താക്കുന്നതെന്ന് അറിയില്ല, ആരാ രാജിവെക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനത്തെ കക്ഷികളെയാണോ സക്കാത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കേണ്ടത്? ഒരു കമ്മിറ്റിയെയും സക്കാത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല. അതേ സമയത്ത് വളരെ വിശ്വസ്തനാണെന്ന് നമുക്ക് വളരെ ഉറപ്പുള്ളവരും സക്കാത്തിന്റെ മസലകളൊക്കെ നന്നായി അറിയുന്നവരും നമ്മൾ സ്വന്തം ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ചെയ്യുമെന്ന് നമുക്ക് വളരെ കറക്റ്റായി ഉറപ്പുള്ളവരുമായ ഒരു കാര്യവിവരമുള്ള വ്യക്തിയെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. അല്ലാതെ കമ്മിറ്റികളെ സക്കാത്ത് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നാം സ്വീകരിക്കേണ്ട നിലപാട് അല്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ ഗൗരവപൂർവ്വമുള്ള കിതാബുൽ ഉമ്മിലെ ഈ വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, കൊടുക്കേണ്ടവർക്ക് തന്നെ നാം സക്കാത്ത് എത്തിച്ചിരിക്കണം എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സംഘാടകർ അറിയിച്ച ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇന്നലെ നാം നമ്മുടെ ദാറുൽ ഹുദ സ്ഥാപനത്തിന്റെ അതിരുകളിൽ മുഴുവനും മതിൽ കെട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അതിന് മതിൽ കെട്ടണമെങ്കിൽ ഒരു 10-500 ലോഡോളം കല്ല് വേണം, കുറച്ചൊന്നും പോരാ. ചെങ്കല്ലും കുറേ വേണം. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഇന്നലെ കൊടുത്തയച്ച കവർ സ്ത്രീകൾ അത് വാങ്ങാൻ വേണ്ടി ബാഡ്ജ് ധരിച്ച ചെറിയ കുട്ടികൾ വരും, അവരുടെ കയ്യിൽ ബക്കറ്റ് ഉണ്ടാകും, ആ ബക്കറ്റിൽ ഇട്ടുകൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ള ആളുകളും അവർക്ക് ആ കുട്ടികളുടെ കയ്യിൽ കാലി കവറുണ്ടാകും, അതിലിട്ടുകൊണ്ടോ അല്ലാതെയോ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ കൊടുത്തേക്കണം. ഇന്നലെയോ മിഞ്ഞാന്നോ എന്നെനിക്ക് ഓർമ്മയില്ല, ഒരു സ്ത്രീ സ്വർണത്തിന്റെ ആഭരണം അഴിച്ചു കൊടുത്തയച്ചിരുന്നു. അള്ളാഹു ആ സ്ത്രീക്ക് ധാരാളം സ്വർണം സ്വർഗത്തിൽ നൽകുമാറാകട്ടെ. ആ സ്ത്രീ വിഷമത്തോടെ അറിയിച്ച വിഷയം അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സമയം പോക്കുന്നില്ല. എല്ലാവരും അതിൽ സഹകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. മനുഷ്യൻ ഇന്നും സ്വർണം കൊടുത്തയച്ചുകൊണ്ട് എല്ലാവർക്കും ലാസ്റ്റ് ദ്വാരക്ക് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മനുഷ്യനെ വളരെയേറെ അള്ളാഹു പരീക്ഷിക്കുന്ന ഒരു വിഷയമാണ് സമ്പത്ത്. അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പരാജയം സംഭവിക്കുക അള്ളാഹു നിശ്ചയിച്ച തുക കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ, സഹായിക്കേണ്ട വിഷയത്തിൽ സഹായിക്കാതെ, നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കുകയോ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. ഏത് പ്രശ്നത്തെയും നേരിടാൻ ധർമ്മം കൊണ്ട് കഴിയും.
അത് ചെറിയൊരു വിഷയമല്ല. ഇപ്പൊ ഇന്നലെയും കുഞ്ഞാന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞു. അതെന്താണ് സംഭവം? ധർമ്മമാണ്. ധർമ്മത്തിന് വലിയ ഫലമാണ്. അള്ളാഹു പറഞ്ഞതാ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, നിങ്ങൾ എന്ത് നേർച്ച ചെയ്താലും അള്ളാഹു അത് അറിയും. അപ്പൊ നല്ല കാര്യം നേർച്ച ചെയ്താൽ അള്ളാഹു അറിയും, ധർമ്മം നേർച്ച ചെയ്താൽ അള്ളാഹു അറിയും. അതിന് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയെ അള്ളാഹു പടച്ചു. ഭൂമിയെ പടച്ചപ്പോൾ ഭൂമി വളരെ സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, അതിന്റെ ബാലൻസ് നിയന്ത്രിക്കപ്പെടുന്നില്ല. അപ്പോൾ അള്ളാഹു ഭൂമിയെ നിയന്ത്രിക്കാൻ പർവ്വതങ്ങൾ പടച്ചു. വലിയ വലിയ പാറക്കല്ലുകളുള്ള വലിയ വലിയ കുന്നുകൾ, പർവ്വതങ്ങൾ പടച്ചു. ഭൂമിയുടെ ബാലൻസ് അള്ളാഹു നിയന്ത്രിച്ചു. മലക്കുകൾ ചോദിച്ചു, അള്ളാഹുവേ, ഈ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള വല്ലതും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞു, ഉണ്ട് മലക്കുകളെ. അതെന്താണ്? ഇരുമ്പ് വലിയ ശക്തിയാണ്. ഉടനെ മലക്കുകൾ ചോദിച്ചു, അതിനേക്കാൾ ശക്തിയുള്ള വല്ലതും നീ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് മലക്കുകളെ, അതിനേക്കാൾ ശക്തിയുള്ളതാണ് തീ. ഇരുമ്പിനെ ഉരുക്കിക്കളയുന്ന സാധനമാണ് തീ. മലകളെ മറിച്ചിടുന്ന വസ്തുവാണ് ഇരുമ്പ്. മലകൾ കൊത്തിക്കോരി കല്ലുകൾ ഇടിച്ച് പൊട്ടിച്ച് മലകൾ നിരത്തുന്ന വസ്തുവാണ് ഇരുമ്പ്. എന്നാൽ ഇരുമ്പിനെ വെള്ളം പോലെയാക്കുന്ന വസ്തുവാണ് തീ. തീയിനേക്കാൾ ശക്തിയുള്ള വല്ലതും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാ, ഉണ്ട് മലക്കുകളെ, ഞാൻ വെള്ളം പടച്ചിട്ടുണ്ട്. തീയിനെ കെടുത്തിക്കളയുന്ന സാധനമാണ് വെള്ളം. അല്ല അല്ലാഹുവേ, വെള്ളത്തെക്കാൾ ശക്തിയുള്ള വല്ലതും നീ പടച്ചിട്ടുണ്ടോ? മലക്കുകളോട് അല്ലാഹുവിന്റെ മറുപടി ഉണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ഈമാനുള്ള മനുഷ്യൻ നൽകുന്ന ധർമ്മം, ആ ധർമ്മത്തിന്റെ ശക്തി വേറെ ഒരു വിഷയത്തിനുമില്ല. ഒരു വെള്ളത്തിനുമില്ല, തീയിനുമില്ല, ഇരുമ്പിനുമില്ല, പർവ്വതത്തിനുമില്ല. ഭൂമിയുടെ ചലനം നിയന്ത്രിക്കാൻ മാത്രം, ബാലൻസ് നിയന്ത്രിക്കാൻ മാത്രം ശക്തി പർവ്വതത്തിനുണ്ടെങ്കിൽ, ആ പർവ്വതം കൊത്തിക്കീറാനും അതേ കോരിക്കളയാനും കഴിവ് ഇരുമ്പിനുണ്ടെങ്കിൽ, ഇരുമ്പിനെ വെള്ളമാക്കാൻ കഴിവ് തീക്കുണ്ടെങ്കിൽ, തീയിനെ നശിപ്പിക്കാൻ കഴിവ് വെള്ളത്തിനുണ്ടെങ്കിൽ, അതിനേക്കാളൊക്കെ ശക്തിയുള്ള വസ്തു ശരിക്ക് ഈമാനുള്ള മനുഷ്യൻ ഇഖ്ലാസോടെ നൽകുന്ന ധർമ്മം, അതിന്റെ ശക്തി അപാരമാണ്. അതിനേക്കാൾ ശക്തി ഇതിനൊന്നിനുമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് അല്ലാഹു പഠിപ്പിച്ച വിവരം നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ ധർമ്മം ചെയ്യുക എന്നത് ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു നിലക്കും പരിഹരിക്കപ്പെടാത്ത വിഷയം, വളരെ ആവശ്യമുള്ള വിഷയങ്ങൾക്ക് നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ അല്ലാഹു വലിയ ഫലം നൽകുന്നു. അത് കിട്ടേണ്ടവർക്ക് കിട്ടുകയും അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് വലിയ ബറക്കത്തും അല്ലാഹു ജല്ല ജലാലുഹു നൽകുന്നു. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു സകാത്ത് നൽകുന്നവരാണെന്ന് പറഞ്ഞതിന് ശേഷം വിജയം കൈവരിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വിജയം കൈവരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്കുള്ള വലിയ ഒരു പ്രത്യേകത എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യൻ പലപ്പോഴും ദൗർബല്യത്തിനടിമപ്പെട്ട് പതറിപ്പോകുന്നൊരു രംഗമാണ് മനുഷ്യന്റെ വികാരശമനത്തിനു വേണ്ടിയുള്ള വിഷയങ്ങൾ. അവിടെ മനുഷ്യൻ ലൈംഗികതയ്ക്ക് വഴിപ്പെട്ടു പോകാതെ, വികാരത്തിന്റെ മുന്നിൽ വിവേകം പണയം വെക്കാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ എന്റെ രഹസ്യങ്ങളെല്ലാം എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ട്,
എന്റെ എല്ലാ രഹസ്യങ്ങളും എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ട്. അവന്റെ മലക്കുകൾ എഴുതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഏത് പ്രവർത്തികൾ ഏത് രഹസ്യത്തിൽ ചെയ്താലും ഏത് പരസ്യത്തിൽ ചെയ്താലും റബ്ബിനെ മൂടി വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. മലക്കുകളെ മൂടി വെച്ചുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അതിന്റെ പുറമെ ഞാൻ കാണാത്ത ധാരാളം സൃഷ്ടികൾ, ജിന്നുകൾ എന്ന് പറയുന്നൊരു വർഗം ഈ ഭൂമിയിൽ ധാരാളമുണ്ട്. ഇതിന്റെ പുറമെ സുബ്ഹാനല്ലാഹ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയപ്പെട്ട നേതാവാണ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ നേതാവല്ല, മറിച്ച് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ വെളിവാക്കപ്പെടും. ഞാൻ ഖബറിൽ കിടക്കുന്നുവെങ്കിലും എന്റെ സമുദായമേ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഖബറിൽ അതാ പ്രദർശിപ്പിക്കപ്പെടും. തുറദു അലയ്യ അഅമാലുക്കും ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ, നിങ്ങളൊരു നല്ല കാര്യം ചെയ്തതായി ഞാൻ അറിയുമ്പോൾ, ഞാൻ കാണുമ്പോൾ, ഞാൻ എത്തിക്കുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറയും. വൈദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, അതേ സമയത്ത് നിങ്ങൾ വല്ല തെറ്റും ചെയ്തതായി ഞാൻ കാണുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ട നിങ്ങളെ തെറ്റിൽ വേദനിച്ച് റബ്ബിനോട് മാപ്പ് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഈ പറയുന്ന ഞാനിവിടെ പ്രസംഗിക്കുന്നത് മദീനയിൽ എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു. ഈ മജ്ലിസിൽ നിങ്ങൾ ഇരുന്ന് വഅദ് കേൾക്കുന്ന വിഷയം മദീനയിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. അവിടെ നിന്ന് നല്ല കാര്യം കാണുമ്പോൾ അൽഹംദുലില്ലാ പറയുന്നു. ദുഷ്കർമ്മങ്ങൾ കാണുമ്പോൾ വേദനയോടെ പടച്ച റബ്ബിനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും പാപം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയണം നബിയേ. ഈമാനുള്ളവർ ഖിയാമത്ത് നാൾ വരെ വരും. അവരുടെ എല്ലാം പാപം പൊറുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആകയാൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഏത് ഇരുട്ടിൽ ചെയ്താലും ആരും കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയാലും അതെല്ലാം നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. നിന്റെ ഭൂമിയിലെ നേതാക്കന്മാരറിയ നീ ചെയ്യാത്ത കാര്യങ്ങൾ, നിന്റെ ഭൂമിയിൽ നിന്റെ ബാപ്പയും ഉമ്മയും അറിയാതെ നീ ചെയ്യുന്ന കാര്യങ്ങൾ നിന്നോട് പറയട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഖുൽ യഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഖബറിൽ കിടക്കുന്ന ബാപ്പമാരും ഉമ്മമാരുമില്ലേ, ഖബറിൽ കിടക്കുന്ന കുടുംബങ്ങളില്ലേ, അവർക്കൊക്കെയും മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറിൽ കിടക്കുന്നുവെങ്കിൽ ആ മുഅ്മിനീങ്ങൾക്കും പിൻഗാമികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടും. സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നത് ബാപ്പ അറിയുമ്പോ, സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നത് ഉമ്മ കാണുമ്പോ, ബന്ധുക്കൾ കാണുമ്പോ അവരുടെ മനസ്സിൽ വേദനയല്ലേ സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും അല്ലാഹു ജല്ല ജലാലുഹു പൊരുത്തപ്പെടാത്ത കാര്യം, നമ്മുടെ ഉമ്മബാപ്പമാർ അറിയുന്നതിൽ നമുക്ക് തൃപ്തിയില്ലാത്ത കാര്യം, നമ്മുടെ നേതാക്കൾ അറിയാൻ നമ്മൾ തൃപ്തിപ്പെടാത്ത കാര്യം, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും തന്നെ അവിടുന്ന് അറിയാൻ ഇഷ്ടപ്പെടാത്ത കാര്യം, ഒരു ഇരുട്ടിന്റെ മറവിലും ഒരു ജനങ്ങളില്ലാത്ത സ്ഥലത്ത് വെച്ചും ഒരു സ്ഥലത്ത് വെച്ചും ചെയ്തേക്കരുത് കേട്ടോ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ പറഞ്ഞത് റബ്ബിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്യുന്നതുമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ആ നബി തങ്ങളെ മുന്നിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവിടുന്ന് അറിയുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ
രഹസ്യമായും അത് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് അവിടുന്ന് പഠിപ്പിച്ചത്, അമറനീ റബ്ബീ ബിതിസ്ഇൻ, എന്റെ റബ്ബനോട് 9 കാര്യം കൽപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ. അതിലൊന്നാമത്തെ കാര്യം ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. രഹസ്യവും ക്ലിയറായിരിക്കണം, പരസ്യവും ക്ലിയറായിരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് വഷളാകുന്ന ഒരു വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അതാ വികാരശമനം തേടുന്നവർ കുറ്റക്കാരല്ല, അവരാക്ഷേപിക്കപ്പെടുന്നവരല്ല. അത്തരം പ്രവർത്തനങ്ങൾ, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുമായി ഭർത്താവ് സന്തോഷപൂർവം ലൈംഗിക സുഖം അനുഭവിച്ചാൽ അതിന്റെ പേരിൽ അല്ലാഹു പ്രതിഫലം തരും. ആ സമയത്ത് ചോദിച്ചില്ലേ സഹാബത്ത്, നബിയെ, മനുഷ്യൻ സ്വന്തത്തിൽ സുഖിച്ചതിന് റബ്ബ് പ്രതിഫലം തരുമോ? നബി തങ്ങൾ പറഞ്ഞു, അവൻ അതേ കാര്യം ഹറാമായ വിധത്തിലാണ് ചെയ്തതെങ്കിൽ അല്ലാഹു ശിക്ഷ നൽകുന്നില്ലേ? അതേ സമയത്ത് സ്വന്തം ഭാര്യയെ തെറ്റിലേക്ക് ചിന്തിക്കാൻ അവസരം നൽകാതെ ഭാര്യയുമായി ബന്ധപ്പെട്ട വകയിൽ അവൻ അല്ലാഹു പ്രതിഫലം നൽകുന്നത് തന്നെ. ആകയാൽ അല്ലാഹു നമുക്ക് തന്ന മാർഗങ്ങളുണ്ട്. കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് മാർഗം തന്നു. കച്ചവടം ചെയ്യാം, കൃഷി ചെയ്യാം, ജോലിയെടുക്കാം. പക്ഷേ കളവ് നടത്തരുത്, വഞ്ചന നടത്തരുത്, പലിശ വാങ്ങരുത്, ഹറാമായ കച്ചവടം ചെയ്യരുത്, ഹറാമായ കച്ചവടം ചെയ്യരുത്. റബ്ബ് നമ്മളോട് കൽപ്പിച്ചു. ഇതുപോലെ സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കാം, പക്ഷേ ഹലാലായ ഭക്ഷണമാകണം. ആവശ്യമാണ് നിങ്ങൾക്ക് ഭക്ഷണം. ഇതുപോലെ ആരോഗ്യമുള്ള ശരീരം, അതിന് സ്വാഭാവികമായും ഭാര്യ ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ ഒരു തകരാറുമില്ല. നേരെ മറിച്ച് അല്ലാഹു നിങ്ങൾക്ക് അനുവദിക്കാത്ത മാർഗം, അനുവദിച്ച മാർഗം 2 മാത്രമേ ഉള്ളൂ. വികാരശമനത്തിന് അനുവദിച്ച മാർഗം 2. ഒന്ന് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, മറ്റൊന്ന് സ്വന്തം അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇന്ന് അടിമ കച്ചവടവും അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും തന്നെ ലോകത്തില്ലാത്തത് കൊണ്ട് ഞാനതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വികാരശമനത്തിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് സ്വന്തം ഭാര്യയെ ഉപയോഗപ്പെടുത്തലാണ്. ഭാര്യയുമായി ബന്ധപ്പെട്ട് ഏത് സുഖം അനുഭവിക്കുന്നതും മനുഷ്യൻ അനുവദനീയമാണ്. പക്ഷേ അവളുടെ പിൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നത് ഹറാമാണ്. പിൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നത് ഭാര്യയാണെങ്കിലും ഹറാമാണ്. അല്ലാത്ത നിലയ്ക്ക് ഏത് സുഖങ്ങളും അതേ തെറ്റില്ലാത്തതാണ്. അതേസമയം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതല്ലാത്ത ഏത് മാർഗം മനുഷ്യൻ വികാരശമനത്തിന് വേണ്ടി തേടുന്നുണ്ടോ അവരെല്ലാം കടുത്ത തെറ്റ് ചെയ്തവർ തന്നെ, അതിരുകൾ ലംഘിച്ചവർ തന്നെ. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്താണ് സഹോദരന്മാരെ പല പണ്ഡിതന്മാരും സ്വന്തം കൈകൊണ്ട് വല്ലവനും വികാരശമനം നടത്താമോ, മുഷ്ടിമൈഥുനം നടത്താമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി മഹാന്മാരായ പല പണ്ഡിതന്മാരും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വേറെ ഏത് മാർഗം സ്വീകരിച്ചാലും ഫഉലൈക ഹുമുൽ ആദൂൻ. അവൻ അതിര് വിട്ട് കടന്നവനാണ്, അവൻ അക്രമം പ്രവർത്തിച്ചവനാണ്, അവൻ തെറ്റ് ചെയ്തവനാണെന്നല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വന്തം കൈ പോലും ഒരിക്കലും തന്നെ വികാരശമനത്തിന് ഉപയോഗിച്ചു
ഉപയോഗിച്ചുകൂടാ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തു പോകുമെന്ന് ഭയപ്പെടുകയും ആ വ്യഭിചാരത്തിൽ മാറി നിൽക്കാൻ ഒരു മാർഗവുമില്ലാതെ കുടുങ്ങിപ്പോവുകയും ചെയ്ത രംഗത്ത് മാത്രം അവന് സ്വന്തം കൈകൊണ്ട് വികാരശമനം നടത്താമെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഉണ്ട്. ശാഫഈ മദ്ഹബിലെ പ്രബല അഭിപ്രായത്തിൽ അവിടെ പോലും അത് ഹറാം തന്നെ. ഒരു ചെറിയ വജ്ഹ് ആ വിഷയത്തിൽ ഉണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതും വ്യഭിചാരം ഭയപ്പെടുന്ന സമയത്ത് മാത്രം. അതേസമയം പിന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലോ, സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അതിന് സിഹാഖ് എന്നാണ് പറയുക, കടുത്ത ഹറാം തന്നെ. പുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരശമനം നടത്തുന്നത് മാത്രമല്ല ഹറാം, പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരശമനം നടത്തിയാൽ അത് കടുത്ത ഹറാം തന്നെ. അതുപോലെ പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് ഏത് വിധത്തിൽ വികാരശമനം നടത്തിയാലും അത് കടുത്ത ഹറാം തന്നെ. അത് കടുത്ത തെറ്റ് തന്നെ, കടുത്ത അക്രമം തന്നെ. സഹോദരന്മാരെ, ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചത്. നമുക്കറിയാം, ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മഹാൻ, ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ വികാരശമനത്തിന് പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവര് ജീവിച്ചിരുന്ന രാജ്യം തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേച്ച് എടുത്ത് മറിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതിന്റെ മേൽഭാഗം അടിഭാഗമാക്കി എല്ലാവരെയും അല്ലാഹു തആല ഒന്നടങ്കമങ്ങ് നശിപ്പിച്ചു. ആ സമയത്ത് ആ നാട്ടിലില്ലാത്തവരോ യാത്രയിലായി പോയവരോ ഉണ്ടെങ്കിൽ അവരെ പിന്തുടരാൻ കടുത്ത ചുടുകട്ട പറഞ്ഞേച്ചിട്ട് അത് മുഖേന അവരെയും അല്ലാഹു നശിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും എടുത്ത് ആവർത്തിച്ച് പറഞ്ഞ സംഭവമാണ്. സഹോദരന്മാരെ, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാരശമനത്തിനുള്ള സർവ്വ വഴികളും കടുത്ത ഹറാം തന്നെ. എന്നാൽ ആ കാര്യം കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഈ തെറ്റിലേക്ക് മനുഷ്യൻ വഴിതിരിഞ്ഞു പോകുന്ന കാര്യങ്ങളും തെറ്റ് തന്നെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖറബുസ് സിനാ, നിങ്ങൾ ഒരിക്കലും തന്നെ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ്. വ്യഭിചാരം ചെയ്യരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ്. വ്യഭിചാരം വന്നു പോകാൻ സാധ്യതയുള്ള രംഗങ്ങളും അതിലേക്ക് മനുഷ്യന് പ്രചോദനം നൽകുന്ന പാട്ടുകളും പ്രചോദനം നൽകുന്ന നോവലുകളും പ്രചോദനം നൽകുന്ന ചിത്രങ്ങളും പ്രചോദനം നൽകുന്ന സദസ്സുകളും അതിന് പ്രചോദനം നൽകുന്ന വാക്കുകളും ആ വാക്കുകൾ സംസാരിക്കുന്നവന്റെ സദസ്സുകളും എല്ലാം ഹറാബ് തന്നെ. കാരണം മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന സർവ്വ വിഷയങ്ങളും തെറ്റ് തന്നെ. ഒരു കുറഞ്ഞ കാലം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് നമ്മുടെ ആഖിറത്ത് രക്ഷപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ ചെറുപ്പക്കാരെ? നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതെ, ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നല്ലേ പറഞ്ഞത്? അടുപ്പം തന്നെ പാടില്ലെന്ന് പറയുമ്പോ അതിന്റെ ഏത് രംഗങ്ങളുണ്ടോ അതിലേക്ക് മനുഷ്യന് പ്രചോദനം നൽകുന്ന എല്ലാ വിഷയങ്ങളും അവിടുന്ന് വിരോധിക്കുകയാണ്. കാരണം ഒരു രോഗമുണ്ടാകുമെന്ന് വന്നാൽ, ആ രോഗം ഭയാനകമാണെന്ന് വന്നാൽ, ആ രോഗം നശിപ്പിക്കുന്ന രോഗമാണെന്ന് വന്നാൽ, കുഷ്ഠരോഗം, എയ്ഡ്സ് രോഗം, അതേ ക്യാൻസർ രോഗം, വെള്ളപ്പാണ്ട് രോഗം, ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ ഭയപ്പെടുന്ന രോഗങ്ങൾ, ആ രോഗത്തിന് ഏതെല്ലാം വഴിവെക്കുമോ, അതിനേതെല്ലാം ഭക്ഷണങ്ങൾ വഴിവെക്കുമോ, എത്ര രുചിയുള്ള സാധനങ്ങളാണോ അത് ഡോക്ടർമാര് വിരോധിക്കുന്നില്ലേ സഹോദരാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ പഞ്ചസാര ഉപയോഗിക്കാത്ത എത്ര ജനങ്ങളുണ്ട്? മധുരമില്ലാഞ്ഞിട്ടല്ലല്ലോ, അത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് കേടാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ. ഉപ്പ് ഉപയോഗിക്കാത്തവരില്ലേ? അതെ, അതുപോലെ പലതും കൈയൊഴിക്കുന്നവരില്ലേ?
എന്തിനു വേണ്ടിയാണ് കൈയൊഴിക്കുന്നത്? അത് നിന്റെ ശരീരത്തിന്റെ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയാണെങ്കിൽ, നീ ആരോഗ്യവും നിന്റെ ആത്മാവും സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഓ മനുഷ്യ, 60 കൊല്ലമല്ല, 600 കൊല്ലമല്ല, 60,000 കൊല്ലമല്ല, 60 കോടി കൊല്ലമല്ല, തീരാത്ത കാലം ജീവിക്കാനുള്ള ലോകം, ആ ലോകം വിജയിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവും റസൂലും വിരോധിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് മാറി നിൽക്കണ്ടേ? കണ്ടോ നിങ്ങൾ ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സിനിമ ഷൂട്ടിങ്ങുകളില്ലല്ലോ, ഇന്നത്തതുപോലെയുള്ള പെണ്ണിന്റെ പ്രദർശനങ്ങളില്ലല്ലോ, നാടകങ്ങളില്ലല്ലോ, ഇന്നത്തതുപോലെയുള്ള സീരിയലുകളില്ലല്ലോ. പക്ഷേ അന്നുള്ളത് എന്താണ്? അന്ന് വഴിയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും പെണ്ണിന്റെ മുഖത്ത് കണ്ണ് വിട്ടുപോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ ഉപദേശിക്കുന്നത് കണ്ടോ, ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്. ഓ ജനങ്ങളെ, നിങ്ങൾ വഴിയോരങ്ങളിൽ പോയി ഇരിക്കുന്നത് സൂക്ഷിക്കണേ, വഴിയോരങ്ങളിൽ പോയി ഇരിക്കുന്നത് സൂക്ഷിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എത്രത്തോളം എന്നറിയോ? മഹാനായ അബൂ തൽഹ സെയ്ദ് ബിൻ സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ചിലപ്പോഴൊക്കെ മുറ്റത്ത് പോയിട്ട് പുറത്തിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കഥ പറയാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത്, മാലക്കും വലി മജാലിസി സുഅദാർ, ജനങ്ങൾ വഴി പോകുന്നത് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനു പോയി ഇരിക്കണം? ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ഇന്നമാ ഖഅദ്നാ ലിഗൈരി മാ ബസ്. ഓ നബിയേ, ഞങ്ങളൊരു തെറ്റായ കാര്യം ഉദ്ദേശിച്ചിരുന്നതല്ല, ദുരുദ്ദേശപൂർവം ഇരുന്നതല്ല. അപ്പോഴവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചർച്ചകൾ ചെയ്യുകയാണ്, ഞങ്ങൾ ഹദീസുകൾ പറയുകയാണ്. അപ്പോഴും അവിടുന്ന് പറയാണ്, ഇമ്മാലാ, നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നേ പറ്റൂ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഫഅദ്ദൂ ഹഖ്ഖഹാ, വഴികളുടെ കടപ്പാട് നിങ്ങൾ വീട്ടണം. വഴിയിൽ പോയി വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങൾ വഴിയുടെ കടപ്പാട് വീട്ടണം. അതെന്താണത്? ഗദ്ദുൽ ബസരി, കണ്ണ് ചിമ്മലാണ്. ഒരിക്കലും തന്നെ ഒരു ഹറാമിലേക്കും നോക്കിപ്പോകരുത്. മറ്റൊരു റിപ്പോർട്ടിൽ അത് അവിടുന്ന് പറഞ്ഞു, ഫൈദാ അബൈതും മില്ലൽ മജ്ലിസ, നിങ്ങൾ അത്തരം സ്ഥലത്ത് പോയി ഇരുന്നേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾ ആ വഴിയുടെ ഹക്ക് വീട്ടണേ. എന്താണ് വഴിയുടെ ഹക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഗദ്ദുൽ ബസരി വകഫുൽ അദാ, നിങ്ങൾ കണ്ണ് ചിമ്മലാണ്. ഒരു സ്ത്രീയുടെയും ഒരു വ്യക്തിയുടെയും അതേ കണ്ടാൽ ചന്തമുള്ള ആൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികളുടെ ശരീരത്തിലേക്ക് പോലും നോക്കാതെ നിങ്ങൾ കണ്ണ് ചിമ്മലാണ്. വകഫുൽ അദാ, ഒരു വിഷമവും ഒരാൾക്കും ഉണ്ടാക്കാതിരിക്കലാണ്. വറദ്ദുസ്സലാം, ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കലാണ്. നിങ്ങൾ വഴിയിരിക്കുമ്പോൾ ചെയ്യേണ്ട സംഗതികളാണ്. വഹുസ്നുൽ കലാം, നിങ്ങൾ നല്ലത് മാത്രം സംസാരിക്കലാണ്. തെറ്റിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വാക്കുകളോ, ഒരു പെണ്ണിന്റെ ഭംഗിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സംസാരങ്ങളോ, അല്ലെങ്കിൽ വേണ്ടാത്ത ഏതെങ്കിലും മനുഷ്യന്റെ ദൈവത്ത് പറയുന്ന വാക്കുകളോ, ഇങ്ങനത്തെ ഒരു വേണ്ടാത്തതും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ നല്ലത് മാത്രം പറയലാണ്. ആരെയും പരിഹസിക്കരുത്, ഗീബത്ത് പറയരുത്, കള്ളം പറയരുത്. നിങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചിരിച്ച് കളിച്ച് മറ്റുള്ളവരെ പ്രകോപനം കൊള്ളിക്കരുത്. പിന്നെ വൽ അംറു ബിൽ മഅറൂഫ്, നിങ്ങൾ എന്ത് നല്ല കാര്യവും കൽപ്പിച്ചുകൊണ്ടിരിക്കണം, ഏത് തെറ്റ് കണ്ടാലും വിരോധിച്ചുകൊണ്ടിരിക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലേ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് തന്നെ ജനങ്ങൾ വഴിപോകുന്ന സ്ഥലത്ത് പോയി ഇരിക്കാൻ പാടുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഓ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ? വളരെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ 2 ദിവസം മുമ്പ് ജനങ്ങൾ വഴിപോകുന്ന വഴിക്ക് വെച്ച് പടക്കം പൊട്ടിച്ചിട്ട് പുക ഉയർത്തരുതെന്നും, അതുപോലെ തന്നെ വാഹനം വരുന്ന സമയത്ത് പടക്കം പൊട്ടിച്ച് പുക ഉയർത്തരുതെന്നും, അത് പെരുന്നാളിന്റെ അന്നാണ് ചെയ്യുന്നെങ്കിൽ കഠിനമായ തെറ്റാണെന്നും ഞാൻ നിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചില്ലേ? ചിലപ്പോൾ ചില പണ്ഡിതന്മാർ അവർ കർമ്മശാസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കും, സന്തോഷത്തിന്റെ ദിവസം ഒരോലപ്പടക്കത്തിന് തീ കൊടുത്തു
കൊടുത്താൽ എന്താ, അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്ത് ഒരു മനുഷ്യനും ശല്യമില്ലാതെ, ഒരു മൃഗത്തിനും ശല്യമില്ലാതെ, ഒരു വഴിയിലും പ്രയാസമില്ലാതെ, നിങ്ങൾ ആരും കാണാതെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഒരാൾക്കും ശല്യമില്ലാതെയോ ഒരു ചെറിയ ഓലപ്പടക്കത്തിന് തീ കൊടുത്താൽ അത് ഹറാമാണെന്ന് നിങ്ങൾ ഫത്വ കൊടുക്കണ്ട. അതേ സമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ സംഗതികളും ഹറാമ് തന്നെ. അത് പടക്കം പൊട്ടിക്കണമെന്നില്ല. തൊട്ടടുത്ത സ്ഥലത്തൊരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവന്റെ ഉറക്കത്തിന് തകരാറ് വരുന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ ഉറക്ക ഓതിയാൽ പോലും, ദിക്ർ ഉറക്ക ചൊല്ലിയാൽ പോലും മറ്റൊരുത്തനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ വിരോധിക്കപ്പെട്ടത് തന്നെ. അത് ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ? മറ്റൊരു മനുഷ്യന് ശല്യം ചെയ്യുന്ന കാര്യങ്ങൾ, ജീവജാലങ്ങൾക്ക് ശല്യം ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര പോകുന്നവർക്ക് ശല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ഹറാമാണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും തന്നെ നല്ല നല്ല ദിവസങ്ങൾ ഹറാമിനുള്ള ദിവസങ്ങളാകരുത്. ആരോ പറഞ്ഞു പെരുന്നാളിന്റെ അന്ന് ചുരത്തുമ്പോ പോയി കള്ളുടിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ധിക്കാരമാണ്, എന്തൊരു ധിക്കാരമാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യർ. ഓ സഹോദരന്മാരെ, എന്നാൽ ഇവിടെയുള്ള ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. പലപ്പോഴും ബസ് സ്റ്റോപ്പിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ സൊറ പറയുന്ന ചെറുപ്പക്കാരുണ്ട്. മതബോധം തീരെ ഇല്ലാത്തവരുടെ ഏർപ്പാടാണത്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളതിൽ പെട്ടുപോകരുത്. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വകയിൽ പറയുന്ന ഉപദേശമല്ല. ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളാണ്. അത് നിങ്ങൾ പഠിപ്പിക്കലും നിങ്ങൾക്ക് അറിയിച്ചു തരലും ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ച പണ്ഡിതന്മാരെ കടപ്പാടാണ്. ആ കടപ്പാട് നിർവഹിക്കുക മാത്രം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇനി വ്യക്തമായി തന്നെ അവിടുന്ന് പറയുന്നത് കണ്ടോ, ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി. സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഒരു പുരുഷന്റെ ഔറത്തിലേക്ക് മറ്റൊരു പുരുഷൻ നോക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് ഒരു പെണ്ണ് നോക്കാൻ പാടില്ല. വലാ യുഫ്ദിർ റജുലു ഇലർ റജുലി ഫീ സൗബിൻ വാഹിദിൻ. ഒരൊറ്റ പുതപ്പും പുതച്ചിട്ട് വേറെ ഒരു മറയുമില്ലാതെ രണ്ട് പുരുഷന്മാരൊന്നായി കിടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം മറക്കുന്ന ഒരു തുണി പോലുമില്ലാതെ വെറും ചട്ടി ഉടുത്തുകൊണ്ടോ ട്രൗസർ ഉടുത്തുകൊണ്ടോ മാത്രം രണ്ട് പുരുഷന്മാർ അടുത്തടുത്ത് കിടക്കുകയും എന്നിട്ട് ഒരു പുതപ്പ് കൊണ്ടങ്ങ് മൂടുകയും ചെയ്യുന്നുവെങ്കിൽ അത് പാടുള്ളതല്ല. മറയില്ലാത്ത നിലക്ക് ഒരു തുണിയുടെ ഉള്ളിൽ രണ്ടുപേര് കൂടുന്നത് പുരുഷന്മാർ രണ്ടാളുകളാണെങ്കിൽ തന്നെ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തുഫ്ലിൽ മർഅതു ഇലൽ മർഅതി ഫി സൗബിൽ വാഹിദി. ഇതുപോലെ ഒരു തുണിയുടെ ഉള്ളിൽ ഒരു സ്ത്രീയും അങ്ങനെ രണ്ട് സ്ത്രീകൾ ഒരു തുണിയുടെ ഉള്ളിൽ അവർ കിടക്കാൻ പാടില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അൽ ഐനാനി സിനാഹുമൻ നദറു. വ്യഭിചാരം വെറും ലൈംഗികാവയവങ്ങൾ കൊണ്ട് മാത്രമല്ല, കണ്ണുകൊണ്ടുള്ള നോട്ടം, രണ്ട് കണ്ണിന്റെ നോട്ടം, അത് വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. വല്ലുദുനാനി സിനാഹുമൽ ഇസ്തിമാഉ. അന്യപെണ്ണിന്റെ സൗണ്ട്, അത് നിങ്ങൾ മൊബൈലിൽ വിളിച്ചിട്ടാണെങ്കിലും ശരി, അല്ലാത്ത ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ശരി, അല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും രാഗം പാടുന്നത് കേട്ടിട്ടാണെങ്കിലും ശരി, അല്ല നിങ്ങൾ നേരിൽ സംസാരിച്ചു കൊണ്ടാണെങ്കിലും ശരി, മറ്റൊരു പെണ്ണിന്റെ സൗണ്ട് കേട്ട് രസിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ മറ്റൊരു പുരുഷന്റെ സൗണ്ട് കേട്ട് പുരുഷനാണെന്ന നിലക്ക് ആ സൗണ്ട് കേട്ട് രസിക്കുന്ന ഏർപ്പാട്, അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ ഉദുനാനി
സിനാഹുമൽ ഇസ്തിമാഉ, ശ്രദ്ധിച്ച് കേൾക്കുന്ന കേൾവി, ആ കേൾവി അത് കാതിന്റെ വ്യഭിചാരമാണ്. ഓ മുതഅല്ലിമീങ്ങളെ, ഫത്ഹുൽ മുഈനിൽ നിങ്ങൾ ഓതിയിട്ടുണ്ട്, ഞാൻ അതറിയാത്തത് കൊണ്ട് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹുൽ മുഈൻ കാണാത്തത് കൊണ്ട് പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ്, ആ ഇൽമല്ലേ സർവ്വ കിതാബിലുമുള്ളത്. അല്ലാതെ റസൂലുള്ള ഫത്ഹുൽ മുഈൻ ഓതാഞ്ഞിട്ട് തെറ്റിപ്പോയെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഫത്ഹുൽ മുഈനിലുണ്ട് അന്യ സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല എന്നുണ്ട്. അത് ശരിയാണ്, അത് ഈ പറഞ്ഞ ഹദീസുമായി എതിരല്ല. അന്യ സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല, അതുപോലെ അന്യപുരുഷന്റെ ശബ്ദം ഔറത്തല്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അതെന്തേ ഇപ്പൊ ഞാൻ വയത് പറയുന്നു, എത്രയോ അന്യ സ്ത്രീകൾ കേൾക്കുന്നു, അത് ഔറത്താണെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരന്യ സ്ത്രീ, ആ സ്ത്രീയോട് ഒരാൾ ഒരു കച്ചവടം ചെയ്യുന്നു, ആയിഷ അതിന്റെ പശുവിനെ നീ വിൽക്കുമോ? ഒരു കച്ചവടക്കാരൻ ചോദിക്കുകയാണ്. ആയിഷ പറയുന്നു ഞാൻ വിൽക്കും. എത്രക്ക് വിൽക്കും? അതിനൊരു 20,000 ഉറുപ്പിക കിട്ടണം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഔറത്താണെങ്കിൽ കേൾക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞു ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, നിങ്ങൾ മറയുടെ പിന്നിൽ നിന്നുകൊണ്ടവരോട് ചോദിക്കുക. അപ്പൊ ആവശ്യത്തിന് വേണ്ടിയുള്ള സംസാരം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ശബ്ദം ഔറത്തല്ല, അത് കേൾക്കൽ ഹറാമല്ല. അന്യ സ്ത്രീയുടെ ശബ്ദം നമുക്ക് ആ നിലയ്ക്ക് കേൾക്കാം. പക്ഷേ രസിക്കാൻ വേണ്ടിയാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ, അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കുക എന്ന നിലക്കാണെങ്കിൽ, അന്യപുരുഷന്റെ ശബ്ദം കേട്ട് രസിക്കുക എന്നതാണെങ്കിൽ അത് കടുത്ത ഹറാമ് തന്നെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൽ ഉദുനാനി സിനാഹുമൽ ഇസ്തിമാഉ, രണ്ട് കാതിന്റെ വ്യഭിചാരമാണ് ശ്രദ്ധിച്ച് കേൾക്കൽ. വൽ ലിസാനു സിനാഹുമൽ കലാമു, നാവിന്റെ വ്യഭിചാരമാണ് സംസാരിക്കൽ. അന്യപുരുഷനോട് അന്യപെണ്ണ് എന്തിനാവശ്യമില്ലാതെ സംസാരിക്കണം? സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദരിമാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടികൾ, അവര് പഠിക്കുന്നത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവര് ടെലിഫോൺ എടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് വിളിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ആരെയാണ് വിളിക്കുന്നതെന്ന് അന്വേഷിക്കണം. കൂടെ പഠിക്കുന്ന യുവാവിനെ വിളിക്കൽ അവൾക്ക് അനുവദനീയമല്ല. പഠിപ്പിക്കുന്ന ഗുരുനാഥനെയും വീട്ടിൽ വെച്ച് വിളിക്കേണ്ടതില്ല. എന്തിന് വിളിക്കുന്നു, ആരെ വിളിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. കൊണ്ടുപോകുന്ന ഡ്രൈവറെയും ക്ലീനറെയും അവൾക്ക് വിളിക്കേണ്ടതില്ല. ഇങ്ങോട്ട് സംസാരിക്കുന്നത് ആരാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അത് രക്ഷിതാക്കളുടെ കടപ്പാടാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കുറെ കാലം, കുറച്ച് ദിവസം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ അനുഭവം എനിക്കറിയാം. എത്ര രക്ഷിതാക്കളാണ് പൊട്ടിക്കരയുന്നത്. എന്റെ അടുക്കൽ തന്നെ ഈ ഒരു വർഷത്തിനിടയിൽ എത്ര രക്ഷിതാക്കൾ വന്ന് ഉസ്താദെ എന്ത് വേണമെങ്കിലും നേർച്ച തരാം, ഉസ്താദ് എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ പ്രശ്നം? എന്റെ മക്കളെ ഞാൻ നന്നായി മകളെ പഠിപ്പിച്ചു, അവൾ ഡിഗ്രി എടുത്തു, പല സംഗതികളുമായി ഞാനൊരു നല്ല പുതിയാപ്പിളിനെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു. പക്ഷേ കല്യാണം അന്വേഷണം വരുമ്പോഴേക്ക് അവൾ നേരത്തെ തന്നെ മറ്റൊന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അതേ സ്വീകരിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഒന്നത് ഒഴിവായി കിട്ടാൻ എന്റെ തറവാട്ടിനോട് യോജിക്കുന്നില്ല, എന്റെ കുടുംബത്തോട് യോജിക്കുന്നില്ല, സംസ്കാരത്തോട് യോജിക്കുന്നില്ല. ഞാൻ എന്റെ പെൺകുട്ടിയുടെ മുന്നിൽ കുടുങ്ങി. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഓ മോനെ, ഒരു ഉസ്താദിനും രക്ഷപ്പെടുത്താൻ കഴിയൂല കേട്ടോ. രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതിന് നിന്നോട് അല്ലാഹും റസൂലും കൽപ്പിച്ചതനുസരിച്ച് നീ നീങ്ങേണ്ടതുണ്ട്. നീ ആലോചിക്കണം, നിന്റെ മകള് സംസാരിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയ്ക്ക് എന്തായിരുന്നു വീട്ടിൽ ജോലി? അവൾക്കൊന്നത് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? നിനക്കും ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ മകള് ഒരുപക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള്, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മകള്, അതാ ഒരു ചെറുപ്പക്കാരനോട്, സ്കൂളിലോ കോളേജിലോ ഉള്ള ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത് കണ്ടു എന്ന് നിന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ നിന്നോടൊന്ന് ഉണർത്തിപ്പോയാൽ നീ അവനെക്കൊള്ള വാളെടുത്തില്ലേ? എന്റെ മോളെ കൊണ്ട് അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ആരോടും പറയാതെ സ്വന്തം ബാപ്പയായ നിന്നോട് അദ്ദേഹം നിന്നോടുള്ള കൂറുകൊണ്ടൊന്ന് ഉണർത്തിയതല്ലേ? ഉമ്മയായ നിന്നോട് അപ്പുറത്തെ പെണ്ണ് നിന്റെ മകള് പിഴച്ചു പോകണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് സൂചിപ്പിച്ചതല്ലേ? അപ്പോഴേക്ക് നീ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞില്ലേ? അയൽവാസിയെ കുറ്റം പറഞ്ഞില്ലേ? ഇപ്പോൾ നിന്റെ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് നീ കൈകടിക്കുകയാണല്ലേ? നിന്റെ വീട്ടിൽ നീ രാത്രി കാവൽ നിൽക്കുകയാണല്ലേ? നിന്റെ ഗതികേട് ചെറിയ ഗതികേടല്ലല്ലോ. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ
ഉണ്ടാക്കിയ പണം കൊണ്ട് ഊടും ഉറക്കുമഴിച്ച് നീ വളർത്തിയതിന്റെ പെൺകുട്ടിയെ പേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ല, നിനക്ക് പല സ്ഥലത്തും പോകാൻ കഴിയുന്നില്ല, നിനക്കൊരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല, വല്ലാത്ത ഗതികേടിലായില്ലേ നീ? ഇതിന് നിനക്കും ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. നീ ആലോചിക്കേണ്ടതായിരുന്നു. ഈ പെണ്ണിനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നീ ആലോചിക്കേണ്ടതായിരുന്നു, ഇവിടെ വല്ല അപകടവും വരാൻ സാധ്യതയുണ്ടോ, ആ സാധ്യത ഞാൻ അടച്ചു കളഞ്ഞിട്ടുണ്ടോ, അതിന്റെ വഴികൾ ഞാൻ അടച്ചിട്ടുണ്ടോ എന്ന് നീ ആലോചിക്കേണ്ടതായിരുന്നു. ഇതുപോലെ നീ വളരെ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ നിന്റെ ചെറുപ്പക്കാരനായ മകൻ നിനക്കൊരു ഉപകാരത്തിനും എത്തുമെന്ന് തോന്നുമ്പോ നീ അവന് പറ്റിയ കുടുംബത്തിൽ നിന്ന് നല്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കണം. അത് അവനും കൂടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മതിയെന്ന് നിന്റെ മനസ്സിൽ നീ ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് അവനതാ പോയിട്ട് ഏതോ ഒന്നിനെയും കെട്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുന്നത് ഞാനങ്ങ് കൊണ്ടുവന്നാലോ. വല്ലാത്ത ഗതികേട് തന്നെ. ഉത്തരവാദിത്വം കുറച്ചൊക്കെ നിനക്കുമില്ലേ? അല്ലാഹു കാക്കട്ടെ. ചിലപ്പോൾ ആരും ഉത്തരവാദിയല്ലാതെയും അങ്ങനെ ഖദറിന് സംഭവിച്ചുകൂടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അയാളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. പടച്ചവന്റെ അടുക്കൽ നമ്മൾ കുടുങ്ങിപ്പോകും. പക്ഷെ നമ്മൾ സ്വന്തത്തിൽ ഈ ബോധമുള്ളവരായിരിക്കണം. സ്വന്തം മക്കളെ വളർത്തിയെടുക്കുന്ന സമയത്ത് അവരെ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്താൻ നോക്കണം. എന്റെ മകൻ എവിടേക്ക് വിളിക്കുന്നു, എന്റെ മകൻ വീട്ടിലെപ്പോൾ കയറി വരുന്നു, എന്റെ മകൻ എവിടേക്ക് പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ചിന്ത രക്ഷിതാക്കളെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നശിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടക്കയാകുമ്പോൾ എടുത്ത് മടിയിൽ വെക്കാം, കവുങ്ങാകുമ്പോൾ മടിയിൽ വെക്കാൻ വകുപ്പില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറയുകയാണ്, വല്ലിസാനു സിനഹുൽ കലാമു, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം. വൽ യദു സിനഹൽ ബതുഷു, കൈയിന്റെ വ്യഭിചാരമാണ് പിടുത്തം. സുബ്ഹാനല്ലാഹ്. തരീഖത്തിന്റെ പേരും പറഞ്ഞ് ശൈഖന്മാരെന്ന പേരിൽ ഇറങ്ങുന്ന ചില ആളുകൾ വരെ അന്യപെണ്ണിന്റെ കൈപിടിക്കൽ പുണ്യകർമ്മമായി തോന്നിപ്പിക്കുകയാണ്. അന്യപെണ്ണിന്റെ കൈപിടിച്ച് പൊരുത്തം കൊടുക്കുകയാണ്. എവിടുത്തെ പൊരുത്തമാണോ അത്? അല്ലാഹുവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് പൊരുത്തം കൊടുക്കാൻ ആരധികാരം തന്നു? നീ ഒരു പൊരുത്തം കൊടുക്കുന്നവൻ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ തൃപ്തിക്കപ്പുറം എന്ത് പൊരുത്തം? സുബ്ഹാനല്ലാഹ്. ഞാൻ വേദനയോടെ പറയട്ടെ, കല്യാണം നടക്കുന്ന വീട്ടിൽ ഇപ്പൊ പോയിക്കൂടാതെ വന്നിരിക്കുന്നു. കുറേ കല്യാണത്തിന് പോയി, നമ്മളെ പണിയൊക്കെ മുടങ്ങിപ്പോയി, കുട്ടികളെ ക്ലാസ് എടുത്തിട്ടില്ല, നമ്മളെ പരിപാടിക്ക് വേണ്ടി ആവശ്യമുള്ളത് നോക്കിയിട്ടുമില്ല, ഒന്നിനും സമയമില്ല. അപ്പൊ ഞാൻ ഇന്നെന്റെ ഡ്രൈവറോട് പറഞ്ഞു പോയി, കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ വല്ല വകുപ്പുണ്ടെങ്കിൽ തരക്കേടില്ലായിരുന്നു. കാരണം സമയം കുറേ അതിന് നഷ്ടപ്പെട്ടു പോയി. ജനങ്ങൾ സ്നേഹിച്ച് ക്ഷണിക്കുന്നതായിരിക്കും, അവർക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്തൊരു കല്യാണത്തിന് പോകാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു. കയറി ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്രയോ ഔറത്ത് മറക്കാത്ത സ്ത്രീകൾ അതാ പന്തലിലൂടെ നടക്കുന്നു. ചില സ്ഥലത്ത് അവിടുന്നൊക്കെ വിട്ടുപോയി. കല്യാണം കഴിക്കപ്പെടുന്ന പെൺകുട്ടി തന്നെ അതാ പന്തലിൽ വന്നിട്ട് സ്വീകരിക്കുകയാണ് പലരെയും. പലർക്കും അതാ പലരെയും സ്വീകരിക്കുകയാണ്. എന്നല്ല, കല്യാണം കഴിക്കുന്ന പെൺകുട്ടി തന്നെ കല്യാണം പറയാൻ പോകണം എന്ന് വരെ ഇപ്പോൾ ചിലർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഹയാ ഇല്ലാത്ത ലോകമാണ്. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, 2 ദിവസം മുമ്പ് ദുആ ചെയ്യിപ്പിക്കണമെന്ന് വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് എന്തോ പറയാനും നേർച്ച തരാനുമുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഭാര്യനെയും കൂട്ടി ഇയാൾ വരേണ്ടതുണ്ടോ? അയാൾ തന്നെ വന്നാ പോരെ? ഏതായിരുന്നാലും അവൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ റൂമിലിരുന്നു. പുറത്തുനിന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു. എല്ലാം പറഞ്ഞതിന് ശേഷം പെണ്ണെന്നോട് പറയാണ്, എന്റെ മകളെ കല്യാണം ഉണ്ട്, വിളിക്കാൻ വേണ്ടി മകളും വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്ര അധപ്പതിച്ചു പോയല്ലോ നമ്മുടെ സമുദായം, ഇത്ര അധപ്പതിച്ചു പോയല്ലോ നമ്മുടെ സമുദായം, ഈ രൂപത്തിൽ അധപ്പതിച്ചു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പെൺകുട്ടിയെ അയച്ചിട്ട് കല്യാണം പറയിപ്പിക്കാൻ എന്താണ് വകുപ്പുള്ളത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വാഖിന്ന സ്വലാഹ. വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയണം, അത്യാവശ്യത്തിനല്ലാതെ ഇറങ്ങരുത്. പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അത് വിട്ടിട്ട് എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ചുറ്റിക്കറക്കുന്നത്? ഈ പുരുഷൻ വിളിച്ചിട്ട് വരുന്നവര് വന്നാ പോരെ, ഈ പുരുഷൻ വിളിച്ചിട്ട് വരുന്നവര് വന്നാ പോരെ. എന്നാൽ അവിടുന്ന് വിട്ടുപോയി സഹോദരന്മാരെ.
കല്യാണ വീട്ടിൽ ചെന്നപ്പോ ചിലരെന്താ പറയുന്നത്, കല്യാണത്തിന് പോയി ഫാത്തിഹ ഓതി ദുആ ഒക്കെ നടത്തി വരുമ്പോ ഉസ്താദേ പെൺകുട്ടീനെ കാണണ്ടേ എന്ന് ചോദിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു. എന്തൊരു ലോകമാണിത്, എന്തൊരു ലോകമാണിത്! സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പെൺകുട്ടിയെ അണിച്ചൊരുക്കിയിട്ട് കാണിക്കാൻ പോവാണ്. ഞാൻ ആലോചിക്കുന്നു, എന്തേ ഇത്രയും നമ്മുടെ സമുദായം മതപ്പതിച്ചു പോയത്? പുതിയ പെണ്ണിനെ നന്നായി ഭംഗിയിൽ ഒരുക്കിയിട്ട് അതാ അന്യപുരുഷനായ വീഡിയോക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ ചിത്രം ഇങ്ങനെ ശരിക്കും നോക്കിയെടുപ്പിക്കുകയാണ്. ഒരു മടിയും നമ്മുടെ സമുദായത്തിനില്ലല്ലോ, ഒരു വിഷമവും തോന്നുന്നില്ലല്ലോ. അന്യപെണ്ണിന്റെ ശരീരം ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോ വേറൊരു കൂട്ടർ സുബ്ഹാനല്ലാഹ് നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് കടപ്പുറത്തേക്കും പല സ്ഥലത്തേക്കും സമ്മേളന സ്റ്റേജിലേക്കും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് വീഡിയോക്കാരെ കൊണ്ട് ഇങ്ങനെ നോക്കിയെടുപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വജീനെ കരുതിയിട്ടെടുക്കുന്ന പണിയാണ് പോൽ, ദീനീ പ്രവർത്തനമാണ് പോൽ. പരിശുദ്ധ ഖുർആൻ വലിച്ചെറിഞ്ഞ സമൂഹമേ, ഖുർആൻ വലിച്ചെറിഞ്ഞ സമൂഹമേ, 4 ധർണയും 2 പ്രകടനവും നടത്തിയാൽ ഈ സമുദായം രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളുടെ ചെറിയ മക്കളുടെ തലയിൽ ബോംബ് വന്നു വീഴുമ്പോ, എത്രയോ പെണ്ണുങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുമ്പോ, ലോകമൊട്ടാകെ മുസ്ലിമീങ്ങൾ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെടുമ്പോ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അള്ളാന്റെ ദീന് നമ്മൾ തകർത്തു, അള്ളാന്റെ ദീനിൽ നമ്മൾ അകന്നു. ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന് അള്ളാഹു പറഞ്ഞു. മോമിനീങ്ങളെ സഹായിക്കൽ നമ്മളെ കടപ്പാടാണെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷേ പരിഷ്കാരത്തിന്റെ മുന്നിൽ പോകുമ്പോ അമേരിക്കക്കാരനെ നാവ് കൊണ്ട് 400 പ്രാവശ്യം കുറ്റം പറയുന്നവൻ, ബ്രിട്ടീഷുകാരനെ 100 പ്രാവശ്യം കുറ്റം പറയുന്നവൻ, അമേരിക്കക്കാരന്റെ സംസ്കാരം സ്വന്തം മകളിൽ തന്നെ പകർത്തിയില്ലേ, സ്വന്തം ഭാര്യയിൽ പകർത്തിയില്ലേ, സ്വന്തം കുടുംബത്തിൽ പകർത്തിയില്ലേ? ഇതൊക്കെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയായ സംസ്കാരമല്ലേ, ബ്രിട്ടീഷുകാരന്റെ സംസ്കാരമല്ലേ? ഇത് മുസ്ലിമീങ്ങളല്ലേ ഏറ്റവും നന്നായി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അമേരിക്കക്കാരൻ പിന്തുണച്ചതാണ് ഇസ്രായേലിന്റെ ശക്തിയെന്ന് നീ വലിയ തഖ്വയോടെ പറയുകയാണ്, നീ വലിയ പ്രസ്താവന ഇറക്കുകയാണ്, നീ പ്രകടനത്തിന് പോവുകയാണ്. അല്ല കാണുന്നില്ലേ നിന്റെ സംസ്കാരം എന്താണെന്ന്? അല്ല കാണുന്നില്ലേ നിന്റെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന്? അല്ല കാണുന്നില്ലേ ഈ സമുദായത്തിന്റെ നീക്കം എന്താണെന്ന്? ആ അല്ലാഹുവിനെ മറികടന്നുകൊണ്ട് നമ്മെ രക്ഷിക്കാൻ ലോകത്തെ ഏത് ശക്തിക്ക് കഴിയും, ഏത് വ്യക്തിക്ക് കഴിയും, ഏത് സമ്പത്തിന് കഴിയും, ഏത് ആയുധത്തിന് കഴിയും, ഏത് പട്ടാളത്തിന് കഴിയും? അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ജനങ്ങളായി മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടതില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വർജിലു സിനാഹൽ ഖുതാ, കാലിന്റെ വ്യഭിചാരമാണ് തെറ്റായ കാര്യത്തിലേക്ക് നടന്നു പോകൽ. വൽ ഖൽബു യതമന്ന, മനസ്സ് കൊതിക്കുകയും ആശിക്കുകയും ചെയ്യുകയാണ്, അത് ഖൽബിന്റെ വ്യഭിചാരമാണ്. വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദിബുഹു, ലൈംഗികാവയവം ഒരുപക്ഷേ അത് സത്യമാക്കുകയോ കളവാക്കുകയോ ലൈംഗികമായ കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിലും ഈ പറഞ്ഞതെല്ലാം വ്യഭിചാരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം, ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, അന്യപെണ്ണിലേക്ക് നോക്കുന്ന ഏർപ്പാട്, അന്യപെണ്ണിനെ പ്രദർശിപ്പിക്കുന്ന ഏർപ്പാട്, ഇതൊക്കെയും കടുത്ത ഹറാമാണെന്ന് ഓർക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നാൾ ഒരു ദിവസം ഇങ്ങനെ ഒരു റോട്ടും കൂടി പോവാണ്, മേപ്പയൂരിന്റെ അടുത്ത് റോട്ടും കൂടി ഇങ്ങനെ പോവാൻ. അപ്പോഴുണ്ട് ഒരു സ്കൂളിൽ ഇന്ന് കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നു, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഗുസ്തി പിടിക്കുന്നത് മാഷിങ്ങനെ കളിപ്പിക്കാൻ, ഒരാണിനെയും പെണ്ണിനെ ഗുസ്തി പിടിച്ചിട്ട് കളിപ്പിക്കാൻ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, എന്തൊരു ലോകമാണ് റബ്ബേ ഇത്! ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം ഗുസ്തി പിടിപ്പിക്കുന്നു. എന്നാൽ പിന്നീട് എനിക്കറിയാൻ സാധിച്ചു, കോളേജുകളിൽ നിന്ന് പിരിയുന്ന ദിവസം സുബ്ഹാനല്ലാഹ്, പ്രത്യേകം ചില ആൺകുട്ടികൾക്ക്, ഇഷ്ടപ്പെട്ട ആൺകുട്ടികൾക്ക് പ്രത്യേകം കൈ കൊടുക്കുന്ന ദിവസമുണ്ട് പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 ആഴ്ച മുമ്പ് ഞാനിവിടെ കല്ലാച്ചിക്കടുത്തൊരു കല്യാണ വീട്ടിൽ 2 ദിവസം മുമ്പ് അവിടെ പോയിരുന്ന് എന്റെ സ്നേഹിതന്മാരുമായി സംസാരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കഥ കേൾക്കണോ ഉസ്താദേ? ഞാനൊരു സ്ഥലത്ത് ചെന്നു, ഒരു വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ കണ്ടു. ആ പെൺകുട്ടിയുടെ വീട്ടുകാരാരുമില്ല, അവളെ കുടുംബക്കാരാരുമില്ല. അവൾ അവിടെ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവളെന്താ ഇവിടെ കാണുന്നു? അപ്പോഴാ പറയുന്നത്, അവളെ കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ വകയിൽ അവൾക്ക് ഇന്നൊരു സൽക്കാരമാണ്.
സുബ്ഹാനല്ലാഹ്, ഒരുപാട് സൽക്കാരം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അന്യ പെണ്ണിനെ വിളിച്ച് സൽക്കരിക്കുന്ന സൽക്കാരം കടുത്ത ഹറാമായ ഭക്ഷണം. സൽക്കാരം ഹറാം, വിളിച്ചത് ഹറാം, പോയത് ഹറാം, പറഞ്ഞയച്ചത് ഹറാം. എന്തിനു പോയി? ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന സംഗതികളായി ഓരോരുത്തർ പറയുമ്പോൾ മനസ്സ് വേദനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, അന്യ സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കടക്കാൻ തന്നെ പാടില്ല. നമ്മളെ നാട്ടിൽ പല സ്ഥലത്തും ഒരു ഏർപ്പാടുണ്ട്. അന്യപുരുഷന്മാർ വന്നിട്ട് ആദ്യം തന്നെ വരുന്നതിന്റെ പിന്നിലൂടെയാണ്. വാതിലൂടെ വരാതെ വരുന്നതിന്റെ പിന്നിൽ കൂടി അടുക്കളയെ കൂടി കുഞ്ഞാമീന്നും വിളിച്ചിട്ട് ഇവന്റെ വരുത്തി തന്നെ. സുബ്ഹാനല്ലാഹ്, ആണുങ്ങൾ അകത്തിരിക്കുന്നുണ്ട്. ആണുങ്ങളെ കാണുന്ന അടുക്കളയെ കൂടി കയറിയിട്ട് മുന്നിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഇവനിങ്ങനെ പുകവലിച്ചിട്ട് വീടിന്റെ പുക മൂക്കിലൂടെ വരുന്ന മാതിരി ഇവൻ കാണുന്നത് തന്നെ. ഇത്ര സംസ്കാരമില്ലാത്തൊരു ഏർപ്പാട്, ഈ അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളുള്ള വീട്ടിൽ അടുക്കളയിൽ കയറുന്ന ഏർപ്പാട്. സുബ്ഹാനല്ലാഹ്, അവിടെയും ചിലപ്പോൾ മുസ്ലിയാരെ പേരുള്ളവരും അതേ രൂപത്തിലായാലോ പിന്നെ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ? സഹോദരന്മാരെ, ഏത് സാധനവും നശിച്ചാൽ ഉപ്പിട്ട് നന്നാക്കാം. ഉപ്പ് തന്നെ നശിച്ചാൽ എന്തു ചെയ്യും? ഉപ്പ് തന്നെ പൊഴുത്താൽ എന്തു ചെയ്യും? ഉപ്പ് തന്നെ പൊഴുത്താൽ എന്തു ചെയ്യും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അന്യ സ്ത്രീകളുള്ള അടുക്കളകളിലേക്ക് കയറി ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിക്കുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്യ സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് കടന്നു ചെല്ലൽ നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ടൊരു സഹാബി ചോദിച്ചു, നബിയെ, ഭർത്താവിന്റെ കുടുംബങ്ങളായാലോ, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയാണെങ്കിലോ, ഭാനിജന്റെ ഭാര്യയാണെങ്കിലോ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടെ മറുപടി, അൽഹമു അൽ മൗതു, ഭർത്താവിന്റെ ബന്ധത്തിൽപ്പെട്ട പുരുഷന്മാർ മരണമാണോ? എന്താണ് പറഞ്ഞതിനർത്ഥം? മരണത്തിന് തുല്യമാണ് ഭർത്താവിന്റെ അനുജനും ജ്യേഷ്ഠനുമൊക്കെ മറ്റൊരു ആ സ്ത്രീയുടെ സമീപത്തേക്ക് കയറി ചെല്ലുന്നത്. എന്താ കാരണം? പലപ്പോഴും ഒരുപാട് വ്യഭിചാരങ്ങൾ നടക്കുന്നത്, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് ഭർത്താവിന്റെ അനുജന്മാര്, ജ്യേഷ്ഠന്മാര് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹറാമിലൂടെയാണ്. എത്രയോ വ്യഭിചാരത്തിൽ ജനിക്കുന്ന മക്കളും അങ്ങനെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്, അൽഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ കുടുംബം മരണസമാനമാണ്. സ്വന്തം ഭാര്യന്റെ അനുജത്തിനെയും കൊണ്ട് ഒറ്റക്ക് ആശുപത്രിയിൽ പോകുന്നു. എങ്ങനെ ഒറ്റക്ക്? ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ ഒരു പെണ്ണില്ലാതെ, കൂടെ ഒരു പുരുഷനില്ലാതെ സ്വന്തം അനുജന്റെ ഭാര്യനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നവര്, സ്വന്തം ചേട്ടന്റെ ഭാര്യനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നവര്, അതുപോലത്തെ ചില ചങ്ങാതികളില്ലേ? ഇതുപോലെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനെയും കൂട്ടി പോകുന്ന ചില സ്ത്രീകളുമില്ലേ? പാടുണ്ടോ സഹോദരാ? ഒറ്റക്കാകുമ്പോൾ അത് മുഴുവനും തെറ്റല്ലേ? വേറെയും കുറെ ആളുകളുള്ള കൂട്ടത്തിൽ അദ്ദേഹമാണെങ്കിൽ പിന്നെയും തരക്കേടില്ല. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഒരു വിധത്തിൽ സാധിക്കുമെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവർക്കും നിങ്ങൾ അവസരം നൽകണം. വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വന്തം ഭാര്യമാരെ നിങ്ങളെ കൂടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഭാര്യമാർക്ക് അതിന് സംതൃപ്തി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ പഴയ കാലത്തിന് പകരം ഇപ്പോൾ പ്ലെയിനുകൾ ധാരാളമായി. പ്ലെയിനിന് തന്നെ ടിക്കറ്റിന് പൈസ വളരെ കുറഞ്ഞ് സൗകര്യങ്ങൾ പലതും അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിദേശത്ത് പോകുന്ന ആളുകൾ പരമാവധി നാട്ടിലേക്ക് അടുത്തടുത്ത് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കണം. സ്വന്തം കല്യാണം കഴിച്ച ഭാര്യമാരോട് കടപ്പാടുണ്ടെന്ന ബോധം നിന്റെയും എന്റെയും മനസ്സിലുണ്ടാകണം. ചിലർക്ക് പണം ധാരാളം സമ്പാദിക്കണം, പടുകൂറ്റൻ വീടുണ്ടാക്കണം, അതുപോലെ പലതും വേണം, പക്ഷേ ജീവിതം വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. ഓ മനുഷ്യ, അതിന്റെ ഭാര്യയ്ക്ക് ജീവിതം വേണം, നിനക്ക് ജീവിതം വേണം, അത് ഹലാലായ നിനക്ക് വേണം. അതിന് നിന്റെ മനസ്സ് ചിന്തിക്കണം. കുറെ പണം വാരി കൂട്ടിയിട്ട് കാര്യമില്ല, നീ കുറെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. നിന്റെ കൂടെയുള്ള സന്തോഷകരമായ ജീവിതത്തിന് നിന്റെ ഭാര്യയ്ക്ക് നീ അവസരം നൽകണം. ഇതുപോലെ കുടുംബത്തിൽപ്പെട്ട അഥവാ കാണാനും തൊടാനും പറ്റാത്ത
അകന്ന കുടുംബത്തിൽപ്പെട്ടവർ, ഭാര്യയുടെ ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയവർ, അവരുടെ കൂടെ മോട്ടോർ ബൈക്കിന്റെ മേലെ പോകുന്ന ചില സഹോദരിമാരുണ്ട്. തെറ്റാണേ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതും തെറ്റ് തന്നെ. നിങ്ങൾ അല്ലാഹുവിന്റെ ദീന് മറികടന്നുകൊണ്ടുള്ള ജീവിതം നയിച്ചാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ വെച്ച് ഏതൊക്കെ ശിക്ഷകൾ ആർക്കെല്ലാം എങ്ങനെയെല്ലാമാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ടിന് ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യഖ്ലുവന്ന അഹദുക്കും ബിംറഅത്തിൻ ഇല്ലാ മഅദി മഹ്റമിൻ. കാണാനും തൊടാനും പറ്റുന്ന കുടുംബങ്ങൾ കൂടെയില്ലാതെ ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയുടെ കൂടെ തനിക്കാൻ പാടില്ല, തനിക്കാൻ പാടില്ല. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. തെറ്റുകളിലേക്ക് മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള വഴികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടച്ചു കളയുന്നത് ഞാനും നിങ്ങളും പടച്ച റബ്ബിന്റെ കഠിനമായ ശിക്ഷയിൽ പോയി വീണു പോകരുതെന്നതുകൊണ്ടാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫുറൂജ സുനാതി ലയുദി അഹ്ലന്നാർ നതുനുരീഹാ. വ്യഭിചാരക്കുറ്റം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഒലിക്കുന്ന വലിയ ചലവും വല്ലാത്ത നാറ്റമുള്ള വസ്തുക്കളുമുണ്ട് നരകത്തിൽ. ആ ഒലിക്കുന്ന ചലങ്ങൾ അത് നരകത്തിൽ തന്നെയുള്ള ജനങ്ങൾക്ക് അതിന്റെ ദുർഗന്ധം കൊണ്ട് വല്ലാത്ത പ്രയാസമനുഭവിക്കുന്നു. നരകത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ് കെട്ടുനാറുന്ന അവസ്ഥയിലേക്ക് ഓ ഉമ്മമാരേ, പെൺകുട്ടികളെ, ചെറുപ്പക്കാരേ, അതപ്പതിച്ച് വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വഴി തന്നെ അടച്ചു കളയുകയാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വഫദു അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോ ആ സംഘത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. മുഖത്തിന് നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി. അത്തരം ആൺകുട്ടികൾക്ക് അറബിയിൽ അമ്രദ് എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്ന കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ പിടിച്ച് പിന്നിലിരുത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിലിരുത്തി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ കാനത്ത് ഫിത്നത്തു ദാവൂദ് മിനൻ നദരി. അതേ, പല പരീക്ഷണങ്ങളും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചത് പലതും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം വരെ നോട്ടം കാരണമാണെന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ടുള്ള നോട്ടത്തെ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. നമ്മളൊരു അന്യപെണ്ണിനോട് സംസാരിക്കേണ്ടി വന്നാൽ തന്നെ തലതാഴ്ത്തി സംസാരിച്ച് പഠിക്കണം, തലതാഴ്ത്തി സംസാരിച്ച് പഠിക്കണം. വികാരത്തോടു കൂടിയാണ് നോക്കുന്നതെങ്കിൽ ഹറാമാണെന്നതിൽ തർക്കമില്ല. ഒരു വികാരവുമില്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പുരുഷൻ നോക്കിയാൽ തന്നെ കടുത്ത ഹറാമാണെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു. ലഈഫായ ഒരു അഭിപ്രായം മാത്രമേ വികാരമൊന്നും തോന്നാത്ത ഘട്ടത്തിലാണെങ്കിൽ അന്യ സ്ത്രീയുടെ മുഖം കാണാമോ എന്നതിൽ വന്നിട്ടുള്ളൂ. പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഹറാമ് തന്നെ. എന്നാൽ അതിന്റെ പുറമേ വികാരത്തോടുകൂടിയാണെങ്കിൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കലും കടുത്ത ഹറാമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നു. സുബ്ഹാനല്ലാഹ്, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവറുകൾ ഒരു ബാത്റൂമിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ മുഖമുള്ള ഒരു ചെറിയ ആൺകുട്ടി അങ്ങോട്ട് ചെന്നു. മഹാനവറുകൾ പറഞ്ഞു, അഖ്രിജൂഹു അന്നി,
ഈ കുട്ടിയെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കൂ. ഫഇന്നീ അറാ മഅ കുല്ലി ഇംറഅത്തിൻ ശൈത്താനൻ വമഅ കുല്ലി സബിയ്യിൻ ബിദഅത അശറ ശൈത്താനൻ. ഒരു പെണ്ണിന്റെ കൂടെ ഒരു ശൈത്താനാണുള്ളതെങ്കിൽ ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുൻകൂടെ ഞാൻ 10-ലധികം ശൈത്താന്മാരെ കാണുന്നു. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന വളരെ വലിയൊരു രംഗമാണതെന്ന് സുഫ്യാനു സൗരി റളിയല്ലാഹു അൻഹു മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരന്മാരെ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ഹറാമിലേക്ക് വഴുതി പോകാതെ ജീവിച്ച് മരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഉപദേശിക്കുന്നവരോട് ആരോടും നമുക്ക് ഒരിക്കലും തന്നെ മോശമായ പ്രതികരണം വേണ്ട. നമ്മൾ നന്നായാൽ നമ്മൾക്ക് നന്ന്. വഅൽ പറയുന്നവന്റെ ഖബറിൽ വഅൽ കേൾക്കുന്നവരാരും വരുന്നില്ല. നിങ്ങൾ ആരുടെയും ഖബറിൽ വഅൽ പറയുന്നവനും വരുന്നില്ല. ഒരു ബാപ്പയുടെ ഖബറിലും മകൻ കടക്കുന്നില്ല, മകന്റെ ഖബറിൽ ബാപ്പയും കടക്കുന്നില്ല. ഭാര്യയുടെ ഖബറിൽ ഭർത്താവില്ല, ഭർത്താവിന്റെ ഖബറിൽ ബാപ്പയും ഭർത്താവിന്റെ ഖബറിൽ ഭാര്യയുമില്ല. അവനവന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ ആരെല്ലാം ശ്രദ്ധിച്ചോ അത് അവരവർക്ക് നല്ലതാണ്. രഹസ്യവും സൂക്ഷിക്കണം, പരസ്യവും സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ് ഒരു കാര്യം. പിന്നെയോ രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, അതേ എന്നോട് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. ദേഷ്യം പിടിക്കുന്ന സമയത്തും തൃപ്തിയുള്ള സമയത്തും നീതിയുള്ള വാചകങ്ങൾ മാത്രമേ പറയാവൂ. എന്തിന്റെ പേരിൽ വെറുപ്പ് പിടിച്ചാലും തോന്നിവാസം പറയരുത്. ഉമ്മ ഉപദേശിക്കുമ്പോ മക്കളെ ഉമ്മാനെ കുറ്റം പറയരുത്. ബാപ്പ ഉപദേശിക്കുമ്പോ ബാപ്പനെ കസർത്തരുത്. വളരെ ശ്രദ്ധിക്കണം. സംസാരിക്കുന്ന വാക്കുകൾ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടോ, ഇമാം ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാം. മഹാനായ ഇമാം ഇബ്നു ഹൗസബ് റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞു, ഞാനൊരു ഗോത്രക്കാരുടെ സമീപത്തേക്ക് ചെന്നു. അവിടെ ഒരു മഖ്ബറയുണ്ട്. അസറിന്റെ ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോ അവിടെ അതാ മഖ്ബറയിലുള്ള ഒരു ഖബറിൽ നിന്ന് ഒരു തല ഇങ്ങോട്ട് മേലോട്ട് പുറത്തു വന്നു. കഴുതയുടെ തലയാണ്, ശരീരം മനുഷ്യന്റേതാണ്. കഴുത കൂറ്റട് ശബ്ദമെടുക്കുന്നത് പോലെ ഒരു കഴുതക്കൂറ്റമെടുത്തിട്ട് അങ്ങനെ തന്നെ ഖബറിലേക്ക് അങ്ങ് താഴ്ന്നുപോയി. ഞാനതാ കാണുന്നൊരു പ്രായം ചെന്ന ഉമ്മ അപ്പുറത്തു നിന്നെന്തോ ഒരു സാധനം, ഒരു നൂല് തുൽക്കുകയോ രോമത്തിന്റെ തുണി തുന്നുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ പെണ്ണിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആ പ്രായം ചെന്ന കിഴവിയായ ഉമ്മയോട് ചോദിച്ചു, ഉമ്മയെ സംബന്ധിച്ച് ചോദിച്ചാ ഉമ്മയാരാണ്? എന്നോട് ആളുകൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ കണ്ട ആ മനുഷ്യന്റെ ഉമ്മയാണ്. ഖബറിൽ നിന്ന് പുറത്തു വന്ന് കഴുതത്തല കണ്ടില്ലേ, ശബ്ദമെടുത്തില്ലേ, അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. ഞാൻ ചോദിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സംഭവം. അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവർ ആ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൻ കള്ള് കുടിക്കുന്നവനായിരുന്നു. ഒരു ദിവസം കള്ളിങ്ങനെ കുടിച്ചപ്പോൾ മകനോടങ്ങ് പറഞ്ഞു, യാ ബുനയ്യ ഇത്തഖില്ലാഹ് ഇലാ മതാ തശ്റബു ഹാദൽ ഖംർ. ഏതുവരെയാണ് മോനെ നീ കള്ള് കുടിക്കുക? ഇതെന്തൊരു കുടിയാണ് മോനെ. ഉമ്മയൊന്നങ്ങ് ചോദിച്ചു പോയി. ഉടനെ ഈ മകന്റെ മറുപടി, ഇന്നമാ അന്തി തൻഹഖീന കമാ യൻഹഖുൽ ഹിമാർ. കഴുത ചെലക്കുന്നത് പോലെ, കഴുത ശബ്ദിക്കും പോലെ നീ എന്തിന് ചെലക്കണം എന്ന് ഉമ്മയോട് ഈ മകനങ്ങ് പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ദിവസം തന്നെ ഈ മകൻ അസറിന് ശേഷം മരണപ്പെട്ടു പോയി. ഓരോ ദിവസവും അസറിന്റെ സമയമാകുമ്പോ ഈ മകൻ കഴുതയുടെ തലയുമായി പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് കഴുത കരയും പോലെ കരഞ്ഞങ്ങ് ഖബറിലേക്ക് നീങ്ങലാട്. മഹാനവറുകളോട് അവിടെയുള്ള ജനങ്ങൾ വിവരിക്കുന്നു. ഉസ്താദ് ഉപദേശിക്കുമ്പോ, മുതിർന്നവർ ഉപദേശിക്കുമ്പോ, നേതാക്കൾ ഉപദേശിക്കുമ്പോ, അത് ഉമ്മ പറയുമ്പോ
ബാപ്പ പറയുമ്പോ, ബാപ്പന്റെ ജ്യേഷ്ഠൻ പറയുമ്പോ, ബാപ്പന്റെ അനുജൻ പറയുമ്പോ, അമ്മാമൻ പറയുമ്പോ, ഉപ്പാപ്പ പറയുമ്പോ ചുണ്ടി കയറുന്ന ചില ചെറുപ്പക്കാരില്ലേ, ചുണ്ടി കയറുന്ന പെൺകുട്ടികളില്ലേ? പിന്നെ ആരാണ് ഉപദേശിക്കേണ്ടത് സഹോദരന്മാരെ? ആരാണ് ഉപദേശിക്കേണ്ടത് സഹോദരിമാരെ? ഒരു നേതാക്കന്മാരെയും വില വെക്കൂല. ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾ നീങ്ങുമെന്ന നിലക്ക് ഒരച്ചടക്കവുമില്ലാതെ നീങ്ങുന്ന ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് രാജ്യത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണ്, സമുദായത്തിനുള്ള നഷ്ടങ്ങൾ എത്രയാണ്, രാഷ്ട്രത്തിനുള്ള നഷ്ടങ്ങൾ എത്രയാണ്, ദീനിന് നടങ്ങുന്ന നഷ്ടങ്ങൾ എത്രയാണ്. എന്തൊരു ലോകത്തായി പോയി നമ്മുടെ ജീവിതം. ഇതാക്കാന ഉമറാവുക്കും സിറാറക്കും അഗ്നിയാവുക്കും ബുഖലാഅക്കും വഹുമൂറുക്കും മിലാനിസായിക്കും ഫബത്റുൽ അർളി ഖൈറും മിൻ ലഹരിഹാ. നിങ്ങളെ നേതാക്കന്മാർ നാശകാരികളാകുമ്പോ, അനുയായികൾക്കൊരു മതിപ്പുമില്ലാത്ത നേതാക്കന്മാർ, പറഞ്ഞാൽ അനുസരിക്കപ്പെടാത്ത നേതാക്കന്മാർ, അങ്ങനെ നേതാക്കന്മാർ നാശകാരികളാകുമ്പോ, അതുപോലെ നിങ്ങളെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ സ്ത്രീകൾ തീരുമാനിക്കുന്ന കാലമാകുമ്പോ, അതുപോലെ നിങ്ങളെ പണക്കാർ, ആ പണക്കാർ അവരതാ കൊടുക്കാതെ ബഖീലന്മാരായി കോടിക്കണക്കിന് എത്ര ഉണ്ടാക്കിയിട്ടും എനിക്ക് ആഖിറത്തിലേക്കൊരു വീട് വേണമെന്ന ചിന്തയില്ല. വളരെ പാവപ്പെട്ട ബതുക്കളിൽപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു അറബിയായ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് ഒരു തോട്ടത്തിലെ കൃഷിയിൽ നിന്നോ മറ്റോ, അല്ലെങ്കിൽ അതാ ഉദ്യോഗം വിടുന്ന സമയത്ത് കിട്ടിയ ഒരു ചെറിയ സംഖ്യയോ കയ്യിൽ കിട്ടിയാൽ, എവിടെയുണ്ട് റബ്ബേ, ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ല ഏതെങ്കിലും ഒരു രാജ്യത്ത് പള്ളി ഉണ്ടാക്കാനെന്ന് പാവപ്പെട്ട അറബികൾ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നു. അതേ സമയത്ത് കോടികൾ സമ്പാദിച്ച മുതലാളിമാർ, കോടികൾ ചെലവഴിച്ച വീടുകൾ, കോടികൾ ചെലവഴിച്ച ബിൽഡിങ്ങുകൾ, എനിക്ക് ആഖിറത്തിൽ ജീവിക്കാൻ ഒരു പള്ളി നിർമ്മിക്കണമെന്നത് പോയിട്ട് ഒരു പള്ളിയുടെ കമ്പിയെങ്കിലും എടുത്തു കൊടുക്കണമെന്നൊരു ചിന്ത പലപ്പോഴും നമ്മളെ നാട്ടിലെ മുതലാളിമാർക്കുണ്ടാകുന്നില്ലല്ലോ സഹോദരന്മാരെ. അഥവാ വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊന്ന് കൊടുത്തെന്റെ തടിയെടുക്കണമെന്ന ചിന്ത വരുന്നില്ലല്ലോ. എന്തേ കാരണം? ഈമാനിന്റെ കുറവല്ലേ? വാഗ്നിയാവുക്കും ബുഖലാക്കും, നിങ്ങളുടെ പണക്കാർ ബഖീലന്മാരാകുമ്പോ, വഉമൂറുക്കും മിലാനിസായിക്കും, നിങ്ങളെ സമുദായത്തിലുള്ള സ്ത്രീകൾ കാര്യക്കാരാകുമ്പോ, സുബ്ഹാനല്ലാഹ്, സ്റ്റേജിലും പെണ്ണുങ്ങള്, എല്ലാ സ്ഥലത്തും സ്ത്രീകള്, പ്രസംഗിക്കാനും സ്ത്രീകള്, ഇസ്ലാമിക ശരീഅത്ത് ചോദ്യം ചെയ്യാനും സ്ത്രീകള്, അങ്ങനെ പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലമാകുമ്പോ, ഫബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ഈ ഭൂമിയുടെ ഉപരിലോകത്തേക്കാൾ നല്ലത് ഭൂമിയുടെ താഴ്ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് താല്പര്യം. ഇത് നേരത്തെ പറഞ്ഞ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഓർമ്മയിൽ വേണം. അപ്പൊ സഹോദരന്മാരെ, ഏത് സമയത്ത് സംസാരിക്കുമ്പോഴും നീതിയുടെ സംസാരം മാത്രമേ പാടുള്ളൂ. പിന്നെയോ അവിടുന്ന് പറഞ്ഞു, അൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും അതേ ദാരിദ്ര്യമുള്ള സമയത്തും മിതത്വം വേണം, അനാവശ്യമായി ചെലവഴിക്കരുതെന്ന് എന്റെ റബ്ബനോട് കൽപ്പിച്ചു. പിന്നെയും അവിടുന്ന് പറഞ്ഞു, അൻ അസ്ലമൻ ഖതഅനി, എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം, ഇങ്ങോട്ട് കല്യാണം പറയാത്തവനോട് അങ്ങോട്ട് പറയണം, ഇങ്ങോട്ട് വീട്ടിൽ വരാത്തവന്റെ വീട്ടിൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് വരാത്തവന്റെ വീട്ടിൽ അങ്ങോട്ട് ക്ഷണിച്ചാൽ പോകണം. നമ്മൾക്കൊരു കാര്യം വരുമ്പോൾ അവരെ നമ്മൾ ക്ഷണിക്കണം. ഇതെന്റെ റബ്ബനോട് കൽപ്പിച്ചതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെയാണ് അഹങ്കാരമില്ലാത്ത മനസ്സ്, അവിടെയാണ് താഴ്മയുള്ള മനസ്സ്, അവിടെയാണ് അള്ളാന്റെ പൊരുത്തം ചിന്തിക്കുന്ന മനസ്സ്. അവൻ അങ്ങനെ പറഞ്ഞില്ലേ എന്നെ, അവൾ അങ്ങനെ ചോദ്യം ചെയ്തില്ലേ എന്നെ, അവൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നെ. ഇതൊരു നല്ല മൂമിനിന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും പൊരുത്തപ്പെട്ടു, എനിക്കെന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടിയാൽ മതി, എനിക്കെന്റെ ആഖിറം രക്ഷപ്പെട്ടാൽ മതി, എനിക്കെന്റെ ആഖിബത്ത് നന്നായാൽ മതി, ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഈമാനോടെ ഒന്ന് സലാമത്തായാൽ മതി. ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല. ആ നിലയ്ക്ക് ജീവിക്കാൻ റബ്ബിന്റെ കൽപ്പനയാണ്. ഞാൻ ആ റബ്ബിന് വേണ്ടി ചെയ്യുകയാണ്, ആരെയും ഭയപ്പെട്ടിട്ടല്ല, റബ്ബിനെ ഭയപ്പെട്ടിട്ടാണ്. എനിക്ക് തരുന്നവൻ അല്ലയാണ്, തടയുന്നവൻ അല്ലയാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞില്ലേ, വഅൻ അസ്ല മൻ ഖതഅനി വഉതിയ മൻ ഹറമനി, എനിക്ക് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ എന്ന ചിന്ത ഉണ്ടാകരുത്, അങ്ങോട്ട് കൊടുക്കണം. വഅഫു
അമ്മൻ ലലമനി, എന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. വഅയ്യകൂന സുംതി ഫിക്റാ, എന്റെ അടക്കം ചിന്തയാകണം. എവിടെ പോകുമ്പോഴും ചിന്തയാകണം. എന്തൊക്കെ ചിന്തിക്കാനുണ്ട്? അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാനുണ്ട്, അല്ല തന്നതിനെ കുറിച്ച് ചിന്തിക്കാനുണ്ട്, അല്ല വെച്ച പാഠങ്ങളെ കുറിച്ച് ചിന്തിക്കാനുണ്ട്. വഅയ്യകൂന സുംതി ഫിക്റാ വനുത്ഖി ദിക്റാ, നാവ് കൊണ്ട് അനാവശ്യങ്ങളൊന്നും പറയാതെ എന്റെ വാചകങ്ങളൊക്കെ ദിക്റായിരിക്കണം. പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നത് മാത്രം സംസാരിക്കണം. വഅയ്യകൂന സുംതി ഫിക്റാ വനുത്ഖി ദിക്റാ വനുത്ഖി ദിക്റാ വനളരി ഇബ്റാ, എന്ത് നോക്കിയാലും പാഠം പഠിക്കണം. ചെറിയ തൈത്തെങ്ങ് നോക്കുമ്പോൾ നിറയെ തേങ്ങ, ധാരാളം വിളന്നിറ്, അത് കാണുമ്പോൾ ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം ധാരാളം സുന്നത്ത് നിസ്കരിക്കേണ്ടത് ഞാനാണ്, ധാരാളം സുന്നത്ത് നോമ്പെടുക്കേണ്ടത് ഞാനാണ്, ധാരാളം ദിക്റ് ചൊല്ലേണ്ടത് ഞാനാണ്. കണ്ടില്ലേ, തൈത്തെങ്ങിന്റെ മേലെയല്ലേ തേങ്ങ കൂടുതലുള്ളത്? അതേ നല്ല ചെറുപ്പക്കാലത്തല്ലേ കൂടുതൽ പഴങ്ങളുള്ളത്? അങ്ങനെ എല്ലാ മരങ്ങളും ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടല്ലോ. മനുഷ്യനായ ഞാനും ആരോഗ്യമുള്ള സമയത്ത് ഡ്യൂട്ടി നിർവഹിക്കണമല്ലോ. പീറ്റത്തെങ്ങുമലല്ലോ തേങ്ങ കൂടുതൽ കാണേണ്ടത്, വയസ്സന്മാരല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരില്ലേ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അങ്ങനെ എന്ത് കണ്ടാലും പാഠമാകണം. വൻ ആമുറ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, മോശമായത് വിരോധിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനാണ് ഈ മുസ്ലിയാർ വയല് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. അവർക്കങ്ങനെയും ചിന്തിക്കാം. പക്ഷേ റബ്ബിന്റെ കൽപ്പനയാണ്, വേണ്ടത് വിരോധിച്ചുകൊണ്ടേയിരിക്കണം. ആ ഡ്യൂട്ടി നിർവഹിക്കണമെന്നത് റബ്ബിന്റെ കൽപ്പനയാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. സഹോദരന്മാരെ, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്കറിയില്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. സ്വന്തം സഹോദരന്മാരിൽ നിന്ന് പരീക്ഷണം, അസൂയക്കാരിൽ നിന്നുള്ള പരീക്ഷണം. അസൂയക്കാർ അസൂയ കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഭംഗിയിലും മഹാനവറുകൾക്കുള്ള അംഗീകാരത്തിലും അസൂയ കൊണ്ട സ്വന്തം സഹോദരന്മാർ, ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടവർ, ഏറ്റവും കൂടുതൽ പിന്തുണക്കേണ്ടവർ, ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടവർ, അവരാണ് ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയത്. അങ്ങനെ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ അവരതാ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞില്ലേ? പക്ഷെ എവിടെ എറിഞ്ഞാലും ആരെന്ത് ചെയ്താലും അല്ലാഹു തീരുമാനിച്ചതുണ്ടോ മറികടക്കാൻ കഴിയുന്നു. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയില്ലേ? ചരിത്രം പറയൽ ലക്ഷ്യമല്ല. ഇവിടെ നിങ്ങൾ ഓർക്കണം, ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നാലെ കൊട്ടാരത്തിലുള്ള ഭംഗിയുള്ള സ്ത്രീ, അതേ അസീസിന്റെ ഭാര്യ തന്നെ, അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ പെണ്ണിന്റെ വികാരത്തിന് വഴിപ്പെട്ട് തെറ്റായ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ വിളിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഹറാമിന് ക്ഷണിച്ചപ്പോ പിന്തിരിഞ്ഞോടിയില്ലേ? അതിന്റെ പേരിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നില്ലേ? ആ യൂസുഫ് നബി അലൈഹിസ്സലാം കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നില്ലേ? പക്ഷേ യൂസുഫ് നബിക്ക് ഒരു മനസ്സിന് സന്തോഷമല്ലാതെ ഒരു ദുഃഖവുമില്ലല്ലോ. റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ ദൂനനി ഇലൈഹി, അവര് ക്ഷണിക്കുന്ന ഹറാമിനേക്കാൾ എനിക്ക് എത്രയോ താല്പര്യം ജയിലാണ്. അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ച എനിക്ക് അവന്റെ മുമ്പിൽ പരാജയപ്പെട്ടുകൂടാ, എനിക്ക് ആ പെണ്ണിന് വഴിപ്പെട്ടുകൂടാ, തെറ്റ് ചെയ്തുകൂടാ. അതല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം ചിന്തിച്ചത്. പക്ഷേ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പിന്നീട് റബ്ബ് രാജ്യത്തിന്റെ ഭരണം കൊടുത്തില്ലേ? സർവ്വ സൗകര്യങ്ങളും കൊടുത്തില്ലേ? പരീക്ഷണങ്ങൾ ലോകത്തുണ്ടാകും, അതിനെ മനക്കരുത്തോടെ നേരിടണം, തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കണം. അപ്പോഴാണ് റബ്ബിന്റെ
റബ്ബിന്റെ സഹായം ലഭിക്കുന്നത് പഠിക്കാനല്ലേ അല്ലാഹ് ആ ചരിത്രം നമുക്ക് ഖുർആനിൽ എടുത്തുദ്ധരിച്ചു തന്നത്. എന്നാ സഹോദരന്മാരെ, ഇമാം ഗസ്സാലി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു മഹാന്റെ ചരിത്രം, സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതാണ്. കൂടെ ഒരു നല്ല സ്നേഹിതനുമുണ്ട്. അബവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവരതാ തമ്പ് കെട്ടിയിട്ടങ്ങ് വിശ്രമത്തിനിരുന്നു. അവിടെ തമ്പ് കെട്ടി വിശ്രമത്തിനിരുന്നപ്പോ കൂടെയുള്ള സ്നേഹിതൻ, ആ സ്നേഹിതൻ അങ്ങാടിയിലേക്ക് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി അങ്ങ് പോയി. ഭക്ഷണമുണ്ടാക്കി കഴിക്കണമല്ലോ. ഉള്ള ഭക്ഷണം ഏകദേശം തീരാറായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അവിടെ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുകയാണ് ഖൈമയിൽ. അപ്പോഴതാ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവർ വലിയ ഭംഗിയുള്ള ശരീരമാണ്, വല്ലാത്ത സൂക്ഷ്മതയുള്ള ജീവിതവുമാണ്. പർവ്വതത്തിന്റെ മേലെ നിന്നൊരു ഗ്രാമീണയായ സ്ത്രീ, നല്ല സുന്ദരിയായ ഒരു പെണ്ണ്, മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഖൈമയിൽ ഇങ്ങനെ ഇരിക്കുന്നത് പർവ്വതത്തിന്റെ മേലെ നിന്ന് കണ്ടു. അവൾ ആ പർവ്വതത്തിന്റെ മേലെ നിന്ന് താഴോട്ടിങ്ങിറങ്ങി വന്നു. മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്ന് പെട്ടെന്ന് മുഖത്ത് നിന്ന് തുണിയങ്ങ് നീക്കി. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അതാ പെട്ടെന്നുള്ള കാഴ്ചയിൽ മനഃപൂർവ്വം നോക്കിയതല്ല, ആ പെണ്ണിന്റെ വല്ലാത്ത ഭംഗിയങ്ങ് അതാ കണ്ണിൽ പെട്ടുപോയി. സ്ത്രീ ഉടനെ സുലൈമാൻ ഇബ്നു യസാർ തങ്ങളോട് പറയുന്നു, ഇബ്നീ, എനിക്ക് നിങ്ങൾ തരണേ. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ മനസ്സിലാക്കി പട്ടിണി കിടക്കുന്നത് കൊണ്ട് വല്ല ഭക്ഷണവും ചോദിക്കാൻ വന്നതാകും. ഉടനെ എഴുന്നേറ്റ് പോയി വീട്ടിലുള്ള ഭക്ഷണത്തിൽ നിന്ന് ബാക്കിയുള്ളതെടുത്ത് അതാ ഒരു പാത്രത്തിലാക്കി ആ പെണ്ണിന് ഭക്ഷണം കഴിക്കാൻ ബഹുമാനപ്പെട്ടവരങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ പെണ്ണ് പറയുകയാണ്, ലസ്തു ഉരീദു ഹാദാ ഇന്നമാ ഉരീദു മാ യകൂനു മിനർ റജുലി ഇലാ അഹ്ലിഹി. ഓ മനുഷ്യ, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ഉദ്ദേശിക്കുന്നത് എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഉടനെ പറയുന്ന വാക്ക്, ജഹസകി ഇലയ്യ ഇബ്ലീസ്, ജഹസകി ഇലയ്യ ഇബ്ലീസ്. എന്റെ ആഖിറം നഷ്ടപ്പെടുത്താൻ എന്റെ ജീവിതം മുഴുക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസ് നിന്നെ ഒരുക്കി പറഞ്ഞേച്ചതാണോ പെണ്ണേ? ഇതും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ രണ്ട് കൈയിന്റെയും രണ്ട് കുപ്പായത്തിന്റെ കോന്തല തല ഇങ്ങോട്ടെടുത്തു, അത് മുഖത്തങ്ങ് വെച്ചിട്ട് പൊട്ടിയങ്ങ് കരഞ്ഞു. നീണ്ട സമയം പൊട്ടി കരയുന്നത് കണ്ടപ്പോ മഹാനവറുകൾ ചിന്തിക്കുന്നത്, ഇതെന്തൊരു പരീക്ഷണമാണ് അല്ലാഹ്, എന്റെ ആഖിറം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇബ്ലീസ് പറഞ്ഞേച്ചൊരു പെണ്ണ്, ഇതെന്തൊരു വരവാണിത്, ഇതെന്തൊരു നൃത്തമാണ്, ഇതെന്തൊരു ചോദ്യമാണിത്. മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പൊട്ടി അങ്ങ് കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ആ പെണ്ണ് തിരിച്ചങ്ങ് മലയുടെ മേലേക്ക് തന്നെ കയറിപ്പോയി. കുറച്ചു കഴിയുമ്പോൾ തന്റെ സ്നേഹിതൻ, ഭക്ഷണം വാങ്ങാൻ പോയ സ്നേഹിതൻ തിരിച്ചു വരുന്നു. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ മുഖവും പൊത്തിയിട്ട് പൊട്ടിക്കരയുന്നത് കാണുന്നു. ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള കരച്ചിലല്ലേ? അത് മറ്റൊരാളോട് പറയാനല്ലല്ലോ, വേറെ ഒരാൾ അറിയിക്കാനല്ലല്ലോ. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞതൊന്നുമില്ല. അല്ല, എന്തുകൊണ്ട് പറയണം? അല്ല, നമ്മൾ കുടുംബമൊക്കെ വിട്ടു പോന്നില്ലേ, എന്റെ ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, എന്തൊക്കെ പറഞ്ഞു മൂപ്പരത് പറയാതെ ഒപ്പിക്കാൻ ശ്രമിച്ചു. ഇയാൾ പറഞ്ഞു, അതൊന്നുമല്ല, മറ്റെന്തോ ഉണ്ട്. അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് വിവരങ്ങൾ മുഴുവനും അങ്ങ് പറഞ്ഞപ്പോ ഈ സ്നേഹിതൻ അതിനേക്കാൾ ഗൗരവത്തിൽ പൊട്ടി അങ്ങ് കരഞ്ഞു. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനെ നിങ്ങൾ കരയുന്നത്? എനിക്കല്ല വല്ലാത്തൊരു പരീക്ഷണം തന്നു.
ആ പരീക്ഷണത്തിൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നിൽ നിന്ന് ആ പരീക്ഷണം അല്ലാഹു നീക്കം ചെയ്തു. നിങ്ങൾ എന്തിനിത് കേട്ടതിന് കരയണം? അപ്പോഴാണ് ആ മഹാനായ കൂട്ടുകാരന്റെ മറുപടി, നല്ല കൂട്ടുകാരുള്ളവരല്ലേ നല്ലവരാകുന്നത്, നല്ലവരുടെ കൂടെ കൂട്ടുചേർന്ന് ജീവിക്കുന്നവരല്ലേ അനാശാസ പ്രവണതകളിൽ തെറ്റിപ്പോകാതെ മാറിപ്പോകാതെ നന്മയിൽ ജീവിക്കാൻ കഴിയുന്നത്. ആ കൂട്ടുകാരന്റെ മറുപടി, അനഅഖ്ബിൽ ബുക്കായി മിൻക, നിങ്ങളെക്കാൾ കരയേണ്ടത് ഞാനാണ്. കാരണം ലിഅന്നി അഖ്സാനി ലൗ കുന്തു മക്കാനക ലമാ സഖ്തു അൻഹാ, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ ഓർത്തിട്ട് കരയുകയാണ്. നിങ്ങളെ സ്ഥാനത്ത് ഞാനായിരുന്നു ഈ ഖൈമയിൽ ഒറ്റയ്ക്കിരുന്നതെങ്കിൽ എനിക്ക് ക്ഷമ കിട്ടുകയില്ലായിരുന്നു. എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. കരയേണ്ടത് ഞാനാണ്. രണ്ട് കക്ഷികളും രണ്ട് മഹാന്മാരും കരച്ചിൽ തന്നെ. മക്കയിലെത്തി, ഹജ്ജിന് വേണ്ടി പോവുകയാണല്ലോ. തവാഫ് ചെയ്തു, സഅയും ചെയ്തു, ഹജറുൽ അസ്വദിന്റെ സമീപത്ത് ചെന്നു. അവിടെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ ഉറക്കം തൂക്കുന്നു. ഒരു തുണിയും പുതച്ചിട്ട് കഅബത്തിന്റെ സമീപത്തങ്ങിരുന്നു. മഹാനവറുകൾക്ക് തൂങ്ങി ഉറക്കം വന്നു. ആ ഉറക്കത്തിൽ കാണുന്നു കഅബയുടെ സമീപത്തതാ നല്ല ഭംഗിയുള്ള ഒരാൾ ഇങ്ങനെ വരുന്നു. നല്ലാത്ത സുഗന്ധമുള്ളൊരു വ്യക്തി. എന്തൊരു സുഗന്ധമാണ്, എന്തൊരു ഭംഗിയാണ്. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ ചോദിച്ചു, മൻ അൻത യർഹമുക്കല്ലാഹ്, ആരാണ് നിങ്ങൾ, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോഴാ വന്ന മഹാന്റെ മറുപടി, അന യൂസുഫ്, ഞാൻ യൂസുഫ് ഇബ്നു യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബിയാണ്. ഉടനെ സുലൈമാൻ ഇബ്നു യസാർ തങ്ങളെ ചോദ്യം, യൂസുഫ് സിദ്ദീഖ്, തെറ്റിലേക്ക് വഴി പോകാതെ ക്ഷമിച്ചു ജീവിച്ച യൂസുഫ് നബിയോ? ബഹുമാനപ്പെട്ടവനോട് നഅം, ഞാൻ യൂസുഫ് നബി തന്നെ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീ സൈനിക വ സൈനിമ്രതികൽ അസീസ് ലശനൻ അജീബാ, അസീസിന്റെ ഭാര്യ സുലൈഖയും നിങ്ങളും തമ്മിൽ കൊട്ടാരത്തിൽ നിന്ന് നടന്ന ആ സംഭവവും ആ കാര്യവും വലിയ അത്ഭുതകരം തന്നെ. ഇത്രയും നല്ല ഭംഗിയും ശരീരത്തിന് പുഷ്ടിയും ആരോഗ്യമുള്ള നിങ്ങൾ തെറ്റിൽ പെട്ടുപോകാതെ നിങ്ങൾ ഓടിക്കളഞ്ഞില്ലേ, ജയിലിൽ കിടന്നില്ലേ? നിങ്ങളെ കാര്യം വലിയ അത്ഭുതം തന്നെ. അപ്പോഴല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, വസൗനുക വസൗനു സാഹിബത്തിൽ അബവായി അജബു, അല്ല സുലൈമാനെ, നിങ്ങൾ ഹജ്ജിന് വരുമ്പോ അബവായിലെ ഖൈമയിൽ നിങ്ങളടുക്കൽ വന്ന ഒരു പെണ്ണും നിങ്ങളെ സംഭവം വലിയ അത്ഭുതമുള്ള സംഭവം തന്നെയല്ലേ, വലിയ തൗഫീഖ് തന്നെയല്ലേ ലഭിച്ചത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഓ സഹോദര സഹോദരി, അമ്പിയാക്കൾ ഔലിയാക്കൾ ഖബറിൽ വെറുതെ കിടക്കുകയല്ല. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന നിലക്ക് അല്ലാഹു അവർക്ക് പവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവര് സന്തോഷമുണ്ടാകുമ്പോ സന്തോഷിക്കുന്നുണ്ട്, ആശംസ പറയാൻ അവരെത്തുന്നുണ്ട്, അവര് പല സദസ്സിലും വരുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അതൊന്നും നിഷേധിക്കാൻ പോകണ്ട. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതല്ലേ, അവരൊക്കെ വെറുതെ എന്തെങ്കിലും പറയുന്നവരാണോ? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ജീവിതം സംസ്കരിക്കണം, ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണം. വിജയം കൈവരിച്ചു എന്നുറപ്പിച്ച് ജീവിതത്തിന്റെ അവസാനം കുറിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ജീവിക്കണം, അവസാനം വിജയിച്ച് മരിക്കണം. ഈ ബോധം നമ്മുടെ ഖൽബിൽ വേണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ സംഭാവനകൾ തന്ന് ദുആ ചെയ്യാൻ വന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മക്കൾ സാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു.
സ്വർണത്തിന്റെ അലിക്കത്ത് കൊടുത്തയച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പാവപ്പെട്ട സഹോദരിയുണ്ട്. അല്ലാഹുവേ, അവർക്കും അവരുടെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും അവർക്കുമൊക്കെ ഈമാനോടെ മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഒരുപാട് വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും ദുആ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് വളരെ നേരത്തെ പരിപാടി ആരംഭിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ നമുക്ക് ദിക്ർ ഹൽഖയും ഇനി ബാക്കിയുള്ള ഈ ആയത്തിന്റെ ബാക്കി ഭാഗവും കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വയലിൽ നിർത്തലാണ്. നിങ്ങൾ മഗ്രിബിന് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കണം. മഗ്രിബ് നിസ്കരിച്ചോടെ തന്നെ ദിക്ർ ആരംഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം ശിഫയാകാൻ, മക്കൾക്ക് സാലിഹായ ഭർത്താവിനെ കിട്ടാനും ദുആ ചെയ്യാൻ എൻ്റെ അടുത്ത സ്നേഹിതനും അടുത്ത വീട്ടുകാരനുമായ പുഴക്കൽ അഹമ്മദ് 5000 ഉറുപ്പിക സംഭാവന ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും എല്ലാവരുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. തെറ്റുകൾ എന്ത് ജീവിതത്തിൽ ഞങ്ങളിൽ നിന്നോ അവരിൽ നിന്നോ ഞങ്ങളിൽ നിന്ന് മരിച്ചവരിൽ നിന്നോ സംഭവിച്ചെങ്കിൽ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും മക്കളെയൊക്കെ നീ സാലിഹീങ്ങളാക്കണം റഹ്മാനെ. പെൺകുട്ടികൾക്ക് സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണം റഹ്മാനെ. സിറാജുലുദ്ദീനിലേക്ക് സ്വർണം കൊടുത്തയച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആർക്കാം. ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ അബൂദാബിയിൽ കുഞ്ഞാലി നാദാപുരം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ ഭാര്യയ്ക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. നമ്മുടെ MP കുഞ്ഞാലി മുസ്ലിം സാധാരണ നമ്മുടെ എല്ലാ സ്റ്റേജിലും ഉണ്ടാകുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ അല്ലാഹു പരിപൂർണമായ ആരോഗ്യം നൽകട്ടെ. സിറാജിലേക്ക് നേർ ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആർക്കാം. ഓരോന്നോരോന്ന് ഇപ്പോൾ നോക്കേണ്ട സമയം പോകും. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ നോക്കിക്കോളാം. നാളെ നോക്കിയിട്ട് നാളെ ദുആർക്കാം. ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമ്മൾ നേരത്തെ സ്ക്വയർ ഫീറ്റിന് പൈസ തന്നവരുണ്ട് ചിലർ അല്ലേ. അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ മതിൽ കെട്ടാൻ വേണ്ടി 100 കണക്കിന് ലോഡ് നെല്ല് വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും അതിന് സഹായിക്കണം. ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട്. കൊരൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, പാതി വഴിയിലാണെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്ക് അതിന് പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കടം വീടിക്കിട്ടാൻ വേണ്ടി പ്രത്യേക സലാത്തുണ്ട്. എപ്പോഴെങ്കിലും കണ്ടാൽ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ തരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കാസർഗോഡ് ജില്ലയിൽ തളങ്കര ഉള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കരീം. ദുബായിലെ ജാമിയ സയ്യിദിയുടെയും SOSന്റെ ഒക്കെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ഒമാനിൽ ജോലി ചെയ്യുന്നു. വലിയ ബിസിനസ് ഇതിനുവേണ്ടി ഒരു ഓർഡർ വന്നു. ഒരു അറബി ഓർഡർ കൊടുത്തു. ഒരുപാട് സാധനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അദ്ദേഹം ശരിപ്പെടുത്തി വെച്ചു. ഒരു ദിവസം അറബി വന്നു. വലിയ പോസ്റ്റിലിരിക്കുന്ന അറബി വലിയ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. ഈ സാധനം ഞാൻ ഇപ്പോഴങ്ങോട്ട് എടുത്തോടെ, വൈകുന്നേരം പൈസ എത്തിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അതങ്ങനെ മതി എന്ന് പറഞ്ഞു. സാധനം കയറ്റി അയാൾ പോയി. പിന്നെ കുറേ ദിവസങ്ങളോളം അയാളില്ല, പൈസയും ഇല്ല, അയാളും ഇല്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു പിടുത്തമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ കരീമിനെ വിളിച്ചു. അദ്ദേഹം ദുബായിലാണ്. വിളിച്ച് വിഷയം പറഞ്ഞപ്പോൾ അബ്ദുൽ കരീം അദ്ദേഹത്തിൻ്റെ ഉമ്മ വലിയൊരു രോഗമുണ്ടായപ്പോൾ 5000 ഉറുപ്പിക സിറാജുലുദ്ദീനിലേക്ക് നേർച്ചയാക്കി വലിയ ഫലം കിട്ടിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, സിറാജുലുദ്ദീനിലേക്ക് നേർച്ച ചെയ്യൂ, അള്ളാഹു അല്ലേ തരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ നേർച്ച ചെയ്തു. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് അബ്ദുൽ കരീം എനിക്ക് എഴുതി കൊടുത്തയച്ച കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത് പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അതേ അറബി ഈ ചെറുപ്പക്കാരെയും അന്വേഷിച്ച് വിറച്ചുകൊണ്ട് വന്നു എന്നാണ് അദ്ദേഹം കത്തിലെഴുതിയത്. വിറച്ചുകൊണ്ട് വന്നു. കൊടുക്കാനുള്ള സംഖ്യ മുഴുവനും കൊടുത്തു. അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹം എഴുതിയ കത്ത് ഞാൻ കുറ്റ്യാടിയിൽ ഫയലിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പറും അഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. അത് തരാൻ കാരണം എല്ലാവർക്കും അറിയാം. കുറ്റ്യാടിയിൽ ഒരു 20 കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നുവെന്നും ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ദീനിയായ ചലനങ്ങൾ എവിടെയെല്ലാം എത്രയാണെന്നും നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അള്ളാഹു വലിയ ബർക്കത്ത് ആ സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. ഇന്നും ഇന്നലെയും ഒക്കെ തന്നെയും ഒരുപാട് ആളുകൾ, ഇപ്പം ഞാൻ മേലെ ഇറങ്ങുമ്പോഴും 2 ആൾ നേർച്ചയും കൊണ്ട് വന്നവരുണ്ട്. തിരൂരങ്ങാടി ഭാഗത്തുള്ളവരാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അള്ളാഹു ബർക്കത്ത് തന്നിട്ടുണ്ട്. ഒരു മാസത്തിൽ 3 ലക്ഷം 4 ലക്ഷം ഉറുപ്പിയൊക്കെ നേർച്ച പൈസ കിട്ടാറുണ്ട്. പക്ഷേ നമുക്ക് ചെലവ് നടക്കണമെങ്കിൽ തന്നെ 18 ലക്ഷം ഉറുപ്പിയോളം വേണം. ധർമ്മസ്ഥാപനത്തിൻ്റെ ചെലവ് നടത്താൻ, സ്കൂളൊന്നും കൂടാതെ. അതുകൊണ്ട് എത്ര കിട്ടിയാൽ നമുക്ക് മതിയാവില്ല, അത് വേറെ വിഷയമാണ്. അള്ളാഹു കൂടുതൽ നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് കടമില്ലാതെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ.
അതുകൊണ്ട് നിങ്ങളൊക്കെ നാളെ വരുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളൊക്കെ കൊണ്ടുവരാത്തവരും നമ്മുടെ ദാറുൽ ഹുദയുടെ മതിൽ കെട്ടാൻ വേണ്ടി, അതുപോലെ ഒരുപാട് കെട്ടാനുണ്ട്. കനാലിൻ്റെ ഭാഗത്ത് കുറേ നമുക്ക് കുറച്ച് സർക്കാരിൻ്റെ വകയിൽ കുറച്ച് കിട്ടി അതിന് തന്നെ കുറേ പൈസ നമ്മളും കൂടി കൊടുത്തു, ചെലവഴിച്ചു. ഇനിയും കുറേ കെട്ടാനുണ്ട്. അതിനൊരു 10-500 ലോഡിലുണ്ടായാലും മതിയാവില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സഹായം ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഞാൻ 2 കോടി റുപ്യ കടമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ തോന്നി, ഇയാളെന്തിനെ ഇങ്ങനെ കടം വാങ്ങുന്ന, ആരായോട് വാങ്ങാൻ പറഞ്ഞത്? ഒരാളങ്ങനെ ചോദിച്ചായിട്ട് ഞാൻ ഇയാളോട് ആരാ കടം വാങ്ങാൻ പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞിട്ടല്ല. ഞാൻ വാങ്ങിയ കടങ്ങളൊക്കെ അൽഹംദുലില്ലാ വീട്ടിയിട്ടുണ്ട്. ഇനിയുള്ള വീട്ടാൻ വാങ്ങിയ സ്വത്ത് വിറ്റാൻ സാധിക്കും. പക്ഷേ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സ്വത്തല്ലാത്തതുകൊണ്ട് വിൽക്കൂല എന്ന്